സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. വിശ്വസിക്കണം, അത് അത്യാവശ്യമാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസം വേണം, പക്ഷേ വിശ്വാസം മാത്രം മതിയോ? കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. വിശ്വസിക്കണം. കർത്താവിൽ വിശ്വസിക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുകയില്ല. എന്നാൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. ഈ നാളുകളിൽ നാം പല രീതിയിൽ കേൾക്കാറുണ്ട്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വേറെ ഒന്നും വേണ്ട, വിശ്വസിച്ച് നേടിയെടുക്കുക, വിശ്വസിച്ച് പ്രാപിക്കുക, വിശ്വസിക്കുക. ഈ കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസത്തിന് പ്രാധാന്യമുണ്ടെങ്കിലും അതിനൊപ്പം പ്രാധാന്യം മാനസാന്തരത്തിനുമുണ്ട്. അതുകൊണ്ട് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു. കർത്താവായ യേശു ക്രിസ്തു മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചു. മാനസാന്തരമില്ലാത്ത വിശ്വാസം ആരെയും രക്ഷിക്കുകയില്ല. മറ്റൊരു വേദഭാഗം നമുക്ക് വായിക്കാം. യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് പറഞ്ഞു. വിശ്വാസം വേണം, അതോടൊപ്പം മാനസാന്തരവും വേണം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മാനസാന്തരപ്പെടാത്ത വിശ്വാസം രക്ഷിക്കുന്നില്ല. ഇനി ഒരുവന് മാനസാന്തരപ്പെടാൻ മനസ്സില്ല എങ്കിലോ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ അങ്ങനെ തന്നെ നശിക്കും. സ്നാപക യോഹന്നാനും മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചു, പത്രോസും മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചു, പൗലോസും മാനസാന്തരപ്പെടണമെന്ന് കർക്കശമായി പ്രസംഗിച്ചു. സ്നാപക യോഹന്നാൻ പറയുകയാണ്, മത്തായി 3-ാം അധ്യായം 1-2 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. ഇനി പത്രോസും തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ മാനസാന്തരത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 38-ാം വാക്യം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ. അതുകൊണ്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് മാനസാന്തരപ്പെടണം. കേവലം വിശ്വസിച്ചാൽ മാത്രം പോരാ, മാനസാന്തരപ്പെടണം. ആകയാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നുവെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിലും കാണാം. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ സാധിക്കുമെങ്കിൽ മാനസാന്തരപ്പെടണം. ഒരു സജഷനല്ല, ഒരു നിർദ്ദേശമല്ല, ഏതെങ്കിലും പ്രദേശത്തിലുള്ളവർ മാത്രം മാനസാന്തരപ്പെട്ടാൽ മതി, അങ്ങനെയല്ല. ആകയാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണം. ഞാൻ വിശ്വാസിയായി സ്നാനപ്പെട്ടു 10-30 വർഷങ്ങൾ കഴിഞ്ഞു. ഇനി എനിക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ടോ? നിശ്ചയമായുമുണ്ട്. ആകയാൽ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വസിച്ച് നേടിയെടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. അത് സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, മറുഭാഗം അതല്ല. മാനസാന്തരപ്പെടണം. ഇനി അപ്പസ്തോലനായ പൗലോസും പ്രസംഗിക്കുമ്പോൾ മാനസാന്തരം വേണമെന്ന് പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദിയ ദേശത്തെങ്ങുമുള്ളവരോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് കൽപ്പിച്ചു. ഇത് പൗലോസിൻ്റെ പ്രസംഗമാണ്. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവും പത്രോസും പൗലോസും സ്നാപക യോഹന്നാനും കേവലം വിശ്വസിച്ചാൽ മാത്രം മതി എന്നല്ല പ്രസംഗിച്ചത്. മാനസാന്തരപ്പെട്ട് അതിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് അവർ പ്രസംഗിച്ചു. പ്രിയമുള്ളവരെ, എന്താണ് മാനസാന്തരം? ഗ്രീക്കിൽ മാനസാന്തരം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ദൈവത്തിനെതിരെ ചെയ്ത പാപത്തെക്കുറിച്ച് ദുഃഖവും സ്വയനിന്ദയും തോന്നുക, ഖേദിക്കുക, ദിശ മാറ്റാൻ ആഗ്രഹിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഒരു ദൈവസഭയിലെ
പാസ്റ്ററെ സംബന്ധിച്ച് ഏറ്റവും വേദന എപ്പോഴാണ് ഉണ്ടാവുക? ദൈവസഭയിലെ പാസ്റ്റർക്ക് വേദന ഉണ്ടാകുന്നത് ഒരു യഥാർത്ഥ പാസ്റ്ററാണെങ്കിൽ വിശ്വാസികൾ സാമ്പത്തികമായി ഉയരുന്നില്ലല്ലോ എന്നോർത്തല്ല ഖേദിക്കുക, വിശ്വാസികൾക്ക് ഏറ്റവും നല്ല വാഹനങ്ങളും നല്ല വീടും കിട്ടുന്നില്ലല്ലോ എന്നോർത്തല്ല ഒരു യഥാർത്ഥ പാസ്റ്റർ ഖേദിക്കുക. പൗലോസ് ഒരു യഥാർത്ഥ പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖേദം സഭയിൽ പാപം ചെയ്തിട്ട് മാനസാന്തരപ്പെടാത്ത ഏതെങ്കിലും വിശ്വാസിയെ കാണുമോ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം. പാപം ചെയ്തിട്ടും മാനസാന്തരത്തിൻ്റെ ആവശ്യകത ബോധ്യമാകാതെ പാപത്തിൽ തന്നെ തുടരുന്ന ഒരു വിശ്വാസി ഒരു സഭയിലുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ ദൈവദാസൻ്റെ മനം തകരും. മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവദാസന് തന്നെ എളിമപ്പെടുത്താനും അതൊരു മുഖാന്തരമാവുകയാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 21-ാം വാക്യം മുതൽ, ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. പൗലോസിൻ്റെ ഭയം. പൗലോസ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. അവരാരും നശിച്ചു പോകരുത്. എന്നാൽ സുവിശേഷം ആവശ്യപ്പെടുന്ന ഒരു മാനസാന്തര ജീവിതം ഇവരിൽ കാണാതെ വന്നാൽ പൗലോസിന് തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തേണ്ടി വരും. തൻ്റെ ഹൃദയം തകരും. വിശുദ്ധനായ ഒരു ദൈവഭക്തൻ്റെ, ഒരു യഥാർത്ഥ ദൈവദാസൻ്റെ ആഗ്രഹം എന്താണ്? എൻ്റെ വിശ്വാസികൾക്ക് ഭൗതികമായ ചില നന്മകൾ കിട്ടിയില്ല എങ്കിലും അവർ സ്വർഗത്തിൽ കാണണം. ഇത് നാം കേൾക്കുന്ന പല പ്രസംഗങ്ങളും വിശ്വസിക്കൂ, നേടിയെടുക്കൂ, പ്രാപിക്കൂ, വിശ്വസിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇന്ന് നമ്മിൽ പലരും സുവിശേഷം അറിയിക്കാൻ പോകാറുണ്ട്. യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അത് പരമാർത്ഥമാണ്, ദൈവത്തിൻ്റെ വാക്യമാണ്. റോമാലേഖനം 10:9 അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഒരു വ്യക്തിയോട് സുവിശേഷം പറയുന്നു, യേശുവിന് രക്ഷിതാവും കർത്താവും സ്വീകരിക്കാൻ മനസ്സുണ്ടോ? ചിലപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് ഒരു മാനസാന്തരം ഉണ്ടായിട്ടുണ്ടാവുകയില്ല. അദ്ദേഹത്തിന് തൻ്റെ ജീവിതം പാപത്തിൻ്റെ വഴി വിട്ട് വിശുദ്ധിയിൽ വരാൻ താല്പര്യമുണ്ടായിരിക്കുകയില്ല. എങ്കിലും നമ്മൾ പറയുകയാണ്, ഒരു വാക്യമൊന്ന് ഏറ്റു പറഞ്ഞുകൂടെ, ഒന്ന് രക്ഷിക്കപ്പെട്ടാൽ എന്താ നഷ്ടം? അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെടാം. എന്താ ചെയ്യേണ്ടത്? ഈ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, നേരെ സ്വർഗത്തിലേക്ക് എത്തും. ഇദ്ദേഹത്തിന് താല്പര്യമില്ല, ഒരു വിശുദ്ധ ജീവിതത്തിന് താല്പര്യമില്ല, എങ്കിലും ചിലർ നിർബന്ധിക്കുകയാണ്, ഒരു വാക്യൊന്ന് ഏറ്റുപറയേ, സ്വർഗത്തിൽ പൊക്കൂടെ. ഇങ്ങനെ ജീവിതം ക്രമീകരിക്കാൻ മനസ്സില്ലാത്തവർക്ക് കിട്ടുന്ന ഒന്നല്ല ഈ സ്വർഗരാജ്യം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം. മാനസാന്തരപ്പെടാതെ ഒരുവൻ സുവിശേഷത്തിൽ വിശ്വസിച്ചാലും ആ വിശ്വാസം അവനെ രക്ഷിക്കുകയില്ല. കാരണം പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ്, ചത്തതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. വാസ്തവത്തിൽ എനിക്ക് ആത്മരക്ഷ വേണം. എൻ്റെ പാപജീവിതം എന്നെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുക. ക്രിസ്തുവിനെ കൂടാതെ ഞാൻ മരിക്കുകയാണെങ്കിൽ നരകത്തിലേക്ക് പോകും. അത് പാടില്ല. എനിക്ക് സ്വർഗത്തിലേക്ക് നിശ്ചയമായും പോകണം. അതുകൊണ്ട് ഞാൻ മാനസാന്തരപ്പെട്ട ഒരു പുതിയ ജീവിതം നയിക്കുവാൻ തയ്യാറാണ്. അങ്ങനെ ബോധ്യമുള്ളവനാണ് ഈ സുവിശേഷം അംഗീകരിച്ച് തുടർന്ന് ദൈവസഭയിൽ പോയി സ്നാനമെല്ലാം സ്വീകരിക്കേണ്ടത്. ഇനി ഇപ്രകാരം സ്നാനം സ്വീകരിച്ച മാനസാന്തരപ്പെട്ടു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ക്രിസ്തുവിനെ കൂടാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി സ്നാനപ്പെട്ടൊരു വിശ്വാസി ദൈവസഭയിൽ കൂടിക്കൊണ്ടിരിക്കുന്നൊരു അംഗം അഥവാ പാപത്തിൽ വീണാൽ എന്തു ചെയ്യണം? സ്നാനപ്പെടുന്നതിന് മുമ്പ് മാത്രമല്ല മാനസാന്തരം, സഭയിൽ കൂടുന്ന വിശ്വാസിക്കും ദൈവദാസനും എല്ലാവർക്കും അനുദിനം മാനസാന്തരം ആവശ്യമാണ്. യേശു തെരഞ്ഞെടുത്ത ശിഷ്യനാണ് പത്രോസ്. എന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ സകലവും വിട്ട്, സ്വന്തം ജോലിയും പിതാവിനെയും എല്ലാം വിട്ട് പത്രോസ് യേശുവിനെ അനുഗമിച്ചു. പക്ഷേ ഒരിക്കൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് 3 വട്ടം നിഷേധിച്ചു. പക്ഷേ ആ നിഷേധിച്ചതിന് ശേഷം അധികം വൈകാതെ കടുത്ത കുറ്റബോധമുണ്ടായി, മാനസാന്തരപ്പെട്ടു പൊട്ടിക്കരയുകയാണ്.
ഇത് യഥാർത്ഥ അനുതാപമാണ്. ഇന്ന് ചിലർക്ക് പാപം ചെയ്താലും ഒരു അനുതാപമില്ല, പൊട്ടിക്കരച്ചിലില്ല. ഇത് സാധാരണ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അവർ എടുത്തിരിക്കുകയാണ്. കാരണം എന്താണ് യഥാർത്ഥ മാനസാന്തരം എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ പത്രോസ് തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവം ഇതായിരുന്നു. മർക്കോസ് 14:72 കോഴി 2 വട്ടം കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു. ഇനി പലർക്കും അവരുടെ പഴയ പാരമ്പര്യം, പഴയ സഭ, പാപജീവിതമെല്ലാം വിട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിലേക്ക് പോകുമ്പോൾ തുടക്കത്തിൽ വലിയ സന്തോഷമാണ്. ഒരു പുതിയ സംസ്കാരത്തിൽ അവർ എത്തുകയാണ്. വചനം കേൾക്കുന്നു, നല്ല നല്ല പാട്ടുകൾ, പുതിയ ആത്മീയ അന്തരീക്ഷം. ആദ്യ നാളുകളിൽ വചനം വായിക്കുവാനും ആരാധനയ്ക്ക് പോകുവാനും എന്തൊരു തീഷ്ണത! കാരണം വലിയ സ്നേഹമാണ്. എന്നാൽ ചിലപ്പോൾ ചിലർക്ക് ചില വർഷങ്ങൾ കഴിഞ്ഞാൽ കർത്താവിനോടുള്ള ഈ ആദ്യ സ്നേഹം നഷ്ടപ്പെടുകയാണ്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? വചനം പറയുന്നു, നീ മാനസാന്തരപ്പെടണം. ഇത് വിശ്വാസികൾക്കുള്ള പ്രബോധനമാണ്. വെളിപ്പാട് 2-4-5 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് 2-4-5 എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇത് വിശ്വാസികൾക്കുള്ള പ്രബോധനമാണ്. അഥവാ ഒരു വിശ്വാസി ഏതെങ്കിലും രീതിയിൽ പാപത്തിൽ വീണാൽ അവൻ മാനസാന്തരപ്പെടണം. അല്ല എങ്കിൽ അതിനുള്ള ശിക്ഷാവിധി അവനെ കാത്തിരിക്കുന്നുണ്ട്. ആകയാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അതൊരു കൽപ്പനയാണ്. ഞാൻ വിശ്വാസിയാണ്, ഇനി എന്തിനാ മാനസാന്തരം? നോ. വിശ്വാസിയായാലും എത്ര വർഷം കഴിഞ്ഞാലും വചനം പഠിപ്പിക്കുന്നവനോ വചനം പഠിപ്പിക്കുന്നത് കേൾക്കുന്നവനോ ആര് തന്നെയായാലും എല്ലാവരും മാനസാന്തരപ്പെടണം. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷ നേടിക്കൊള്ളുവിൻ. മാനസാന്തരം എന്നുള്ളത് ദൈവത്തിലേക്ക് തിരിയുക, അതാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യൻ ഭൂമിയിലെ വസ്തുക്കളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്, ഭൂമിയിലെ വ്യക്തിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്, ഭൂമിയിലെ കാര്യങ്ങളിലേക്ക് മനുഷ്യൻ മുഖം തിരിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവം പറയുന്നു, ഭൂമിയിലെ കാര്യങ്ങളിലേക്കല്ല നിങ്ങൾ മുഖം തിരിക്കേണ്ടത്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിയുവിൻ. മാനസാന്തരം എന്നുള്ളത് ഭൂമിയിലെ വസ്തുക്കൾ വിട്ട്, ഇവിടുത്തെ സ്ഥാനം, മാനം, പണം ഇതെല്ലാം വിട്ട് ദൈവത്തെങ്കിലേക്ക് മനസ്സുയർത്തുന്നതാണ് മാനസാന്തരം. അതിന് ദൈവം തന്നെ നമുക്ക് കൽപ്പന തന്നിരിക്കുകയാണ്. ഇന്ന് മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന പലരും ഇവിടുത്തെ പണം, വസ്തു, സ്ഥാനം, മാനം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ജോലി, ഭൂമിയിലെ കാര്യങ്ങൾ തന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥ മാനസാന്തരമല്ല. തിരുവചനം നമ്മോട് വ്യക്തമായി കൽപ്പിച്ചിരിക്കുന്നു. കൊളോസ്യർ 3:1 നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം. യെശയ്യാ 45:22 സകല ഭൂസീമാവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ടേൺ ടു മീ ആൻഡ് ബി സേവ്ഡ് ഓൾ യു എൻഡ്സ് ഓഫ് ദി എർത്ത്. ദൈവത്തിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. ദൈവം തന്നെ സൃഷ്ടിച്ചതാണ് ഈ ഭൂമിയിലെ വ്യക്തികളും മനുഷ്യരും. ഈ ഭൂമിയിലെ വ്യക്തികളിലേക്ക്, മനുഷ്യരിലേക്ക് തിരിയുന്നത് മാനസാന്തരമല്ല. ദൈവം തന്നെ സൃഷ്ടിച്ച ഈ ലോകവും അതിലെ വസ്തുക്കളും അത് വിട്ട് ദൈവത്തിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ടേൺ ടു മീ ആൻഡ് ബി സേവ്ഡ് ഓൾ യു എൻഡ്സ് ഓഫ് ദി എർത്ത്. ചിലർ അവരുടെ ഹൃദയം വിഗ്രഹങ്ങളിലേക്ക് തിരിച്ചിരിക്കുകയാണ്. നാം ദൈവമക്കൾ അക്ഷരാർത്ഥത്തിലുള്ളൊരു വിഗ്രഹത്തെ സേവിക്കുന്നവരല്ല. ഏതെങ്കിലും പുണ്യാളൻ്റെയോ യേശു ക്രിസ്തുവിൻ്റെ തന്നെയോ സ്വരൂപത്തെ വണങ്ങുന്നവരല്ല. അത് തിന്മയാണ്, നമുക്ക് അറിയാം. എന്നാൽ ദൈവത്തേക്കാൾ ഉപരിയായി എന്തിനെങ്കിലും പ്രാധാന്യം നാം കൊടുക്കുന്നുവെങ്കിൽ അതെല്ലാം വിഗ്രഹാരാധനയാണ്. പണത്തിന്, വസ്തുക്കൾക്ക്, മറ്റു പലതിനും കർത്താവിനേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ വിഗ്രഹാരാധനയാണ്. ഇനി വലിയൊരു അപകടമുണ്ട്. ചില സഹോദരിമാർ
അവരുടെ ഭർത്താക്കന്മാരെ വല്ലാതെ അങ്ങ് സ്നേഹിക്കും, വല്ലാതെ അങ്ങ് ബഹുമാനിക്കും. ദൈവത്തെക്കാൾ ഉപരിയായി പൂജിക്കാൻ തുടങ്ങും ഭർത്താക്കന്മാരെ. ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ. അപ്പോൾ ഭർത്താവ് വിചാരിക്കും, കണ്ടോ ഇവൾ എന്നെ ദൈവത്തെ പോലെയാണ് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, പൂജിക്കുന്നത്, ഒന്ന് പൂജിക്കട്ടെ, ഞാനിത് അനുഭവിക്കട്ടെ. അങ്ങനെ ചിന്തിക്കരുത്. ഭാര്യയാണെങ്കിലും ഭർത്താവിനെ പൂജിക്കാൻ തുടങ്ങുമ്പോൾ, അരുത്, നീ എന്നെ പൂജിക്കരുത്, ദൈവത്തെയാണ് നീ ആരാധിക്കേണ്ടത്. അതാണ് അപ്പസ്തോലന്മാർ ചെയ്തത്. അവരെ വണങ്ങുവാൻ ജനം തുനിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നോ, നിങ്ങൾ എന്നെ ആദരിക്കരുത്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? ആരെങ്കിലും എന്നെ ഒന്ന് വണങ്ങിയാൽ മതി, ആരെങ്കിലും എന്നെ പൂജിച്ചാൽ മതി. ഈ മനുഷ്യ ദൈവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്, മറ്റുള്ളവരുടെ ആരാധന സ്വീകരിക്കാനുള്ളൊരു മോഹം. എന്നാൽ സ്വന്തം കുടുംബജീവിതത്തിൽ ഒരു ഭർത്താവിന്, കുടുംബനാഥന് മറ്റുള്ളവരൊക്കെ കുടുംബാംഗങ്ങൾ എന്നെ പൂജിക്കട്ടെ, ആ ചിന്ത പാടില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14:14 മുതൽ, ഇത് അപ്പസ്തോലന്മാരായ ബർണബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്താണ് മാനസാന്തരം? ദൈവം സൃഷ്ടിച്ച വസ്തുക്കളെ വിട്ട് ദൈവത്തിലേക്ക് തിരിയണം. ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും, അതൊക്കെ സൃഷ്ടിച്ചതും ദൈവം തന്നെയാണ്. ആകാശവും ഭൂമിയും സമുദ്രവും ദൈവമാണ് സൃഷ്ടിച്ചത്. പക്ഷേ അത് വിട്ട് ഇതെല്ലാം ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. പുണ്യാളന്മാരോടുള്ള വണക്കം, മധ്യസ്ഥന്മാരോടുള്ള വണക്കം, പെരുന്നാളൊക്കെ ഇന്ന് കാണാം. എത്രമാത്രം തിന്മയാണ്. ഈ വ്യക്തികളിലേക്ക് മനസ്സ് തിരിക്കാതെ കർത്താവിലേക്ക് തിരിക്കണം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ധാരാളം പെരുന്നാളുണ്ട്. പക്ഷേ ഏതെങ്കിലും പ്രവാചകനെ, മോശയെ, അബ്രഹാമിനെ ഓർക്കാൻ ഒരു പെരുന്നാളും ഇല്ല. എല്ലാ യാഗങ്ങളും യഹോവയെ ഓർക്കാൻ വേണ്ടി മാത്രം. ആദ്യമേ ക്രിസ്ത്യാനികൾ അങ്ങനെ തന്നെയാണ്. ധാരാളം പേർ രക്തസാക്ഷികളായപ്പോൾ അവരിലുള്ള മരിച്ചുപോയ ഏതെങ്കിലും ഒരു വിശുദ്ധനെ ഓർക്കാൻ ഒരു പെരുന്നാളോ ഒരു നൊവേനയോ ഒന്നും അവർ കണ്ടുപിടിച്ചില്ല. ഒരു കൊന്തയോ ഏതെങ്കിലും മറ്റു ജപമാലകളോ കണ്ടുപിടിച്ചില്ല. കാരണം മനുഷ്യരിലേക്ക് മനസ്സ് തിരിയുക, അത് സാധാരണ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. മനുഷ്യനെ മഹത്വപ്പെടുത്തുക, വ്യക്തികളുടെ പുറകെ പോകുക. എന്നാൽ ദൈവം പറയുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുവിൻ. വസ്തുക്കളെ വിട്ട് ദൈവത്തിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. കൊളോസ്യർ 3:2, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. ചിലർ രക്ഷിക്കപ്പെട്ടാലും ചിലപ്പോൾ അവർ ആരാധിക്കുന്നത് ചില ആശയങ്ങളായിരിക്കും, അവരുടെ ചില പാരമ്പര്യങ്ങളായിരിക്കും, അവർ വളരെ വലുതാണെന്ന് കൽപ്പിക്കുന്ന ചില ഉപദേശങ്ങളായിരിക്കും മുറുകെ പിടിക്കുന്നത്. അപ്പോൾ അവർക്ക് ദൈവത്തിലേക്ക് തിരിയാൻ പറ്റുന്നില്ല. കാരണം ഒരു വിഗ്രഹാരാധനയായത് മാറുകയാണ്. അവരുടെ സഭാ പാരമ്പര്യം അല്ലെങ്കിൽ അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ചില പ്രത്യേക ഉപദേശങ്ങൾ. അപ്പോൾ അവർ അവരുടെ മുഖം അതിലേക്ക് തിരിച്ചിരിക്കുക, ദൈവത്തിലേക്ക് തിരിക്കാൻ പറ്റുന്നില്ല. ചിലർ പറയാറുണ്ട്, പാപ്പാ മതത്തിലെ ചില അംഗങ്ങൾ, ഹൃദയത്തിനകത്തുള്ള വിഗ്രഹങ്ങൾ മാറ്റിയാൽ മതി, പുറത്തുള്ള വിഗ്രഹങ്ങൾ, ഈ തിരുസ്വരൂപങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നോ, അകത്തുള്ളതും പുറത്തുള്ളതും മാറ്റണം. രണ്ടും ഒരുപോലെ ദൈവത്തിന് പ്രകോപനം വരുത്തുന്നവയാണ്. അകത്തുള്ള വിഗ്രഹങ്ങളെക്കുറിച്ച്, സ്വരൂപങ്ങളെക്കുറിച്ച് കൊളോസ്യ ലേഖനം 3-ാം 5-6 വാക്യങ്ങൾ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഈ വക നിമിത്തം ദൈവക്രോധം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. 1 തെസ്സലോനിക്കർ 1:9. ഏതെങ്കിലും സ്വരൂപത്തെ വണങ്ങുമ്പോൾ, ഏതെങ്കിലും വിഗ്രഹത്തിലേക്ക് മുഖം തിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിലേക്ക് മുഖം തിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തിരുവചനം പറയുന്നത്, ഈ സ്വരൂപങ്ങളെ, വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് തിരിയണം. അതാണ് മാനസാന്തരം. ഞങ്ങൾക്ക് ഭയങ്കര മാനസാന്തര. ചിലർ പറയും, പാപ്പാ മതത്തിലെ അംഗങ്ങൾ കള്ളു കുടിക്കുന്നില്ല, മറ്റു പലതും ചെയ്യുന്നില്ല, പിന്നെ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? സ്വരൂപങ്ങൾ ഇങ്ങനെ വണങ്ങെടുപ്പ് ചെയ്യുന്ന പരിപാടി. എന്താ മാനസാന്തരം? ദൈവത്തിലേക്ക് തിരിയുന്നതാണ്. ദൈവത്തിലേക്ക് തിരിയണമെങ്കിൽ ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്ന പലതും വിട്ടേ പറ്റൂ. 1 തെസ്സലോനിക്കർ 1:9, യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ, അത് അകത്തുള്ളതാകട്ടെ പുറത്തുള്ളതാകട്ടെ, വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു.
ഇന്ന് മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന പല പാപ്പാമതത്തിലെ അംഗങ്ങളും സ്വരൂപങ്ങൾ മുമ്പാകെ വണങ്ങുകയാണ്, കൈക്കൂപ്പി പിടിക്കുകയാണ്, മാല ചാർത്തുകയാണ്. പക്ഷേ ഈ ഊമവിഗ്രഹങ്ങളെ വിട്ടുതിരിയാതെ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയാൻ പറ്റില്ല എന്ന് ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി പറയുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ദൈവത്തിൻ്റെ ഭക്തന്മാർ, പ്രവാചകന്മാർ, അപ്പസ്തോലന്മാർ മാനസാന്തരപ്പെടണമെന്നും അല്ല എങ്കിൽ ദൈവക്രോധം വന്ന് നശിക്കുമെന്നും നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം മാനസാന്തരപ്പെട്ട് സ്വരൂപങ്ങളെ, അകത്തും പുറത്തുമുള്ള സ്വരൂപങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് തിരിയുന്നത് നമ്മൾ അതിവിശുദ്ധരായതുകൊണ്ടല്ല. ദൈവക്രോധം വന്ന് പതിക്കാതിരിക്കാൻ ഇതാണ് നിവൃത്തി, വേറൊരു വഴിയില്ല. എസെക്കിയേൽ 18:30-31. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരിവിൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞുകളയുവിൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? പുതിയ ഹൃദയം തരാൻ ദൈവം ഒരുക്കമാണ്, പരിശുദ്ധാത്മാവിനെ തരാൻ ദൈവം ഒരുക്കമാണ്. ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയതിലേക്ക്, പഴയ പാരമ്പര്യത്തിലേക്ക്, തിന്മയിലേക്ക് പോകാൻ പാടില്ല. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കില്ല എന്ന് യേശയ്യാ 42:8 വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഒരു വിശുദ്ധനെ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തെ പ്രകോപിപ്പിക്കുന്നു. ഒരു സ്വരൂപം, അതിനെ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, അങ്ങനെയുള്ളൊരു സ്വരൂപത്തെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരുവൻ വണങ്ങുമ്പോൾ ദൈവത്തിന് പ്രകോപനം വരുത്തുന്നൊരു തിന്മയാണ്. ഞങ്ങൾക്ക് ദൈവത്തെ അറിയാം, യേശുവിനെ അറിയാം, ഞങ്ങൾക്കും യേശു നല്ല വിശ്വാസമുണ്ട് എന്ന് ചില പാരമ്പര്യ സഭയിലെ അംഗങ്ങൾ പറയും. ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്ന ഇവർ എന്താ ചെയ്യുന്നത്? ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിക്കും ജീവനില്ലാത്ത തിരുസ്വരൂപങ്ങളെ വണങ്ങാൻ സാധ്യമല്ല. റോമാലേഖനം 1:21-23 വരെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, ശ്രദ്ധിക്കുക, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഇനി താഴെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം ഈ സ്വരൂപങ്ങൾക്ക് മഹത്വം കൊടുക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന ലജ്ജാകരവും മ്ലേച്ഛവുമായ പാപങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് സ്വരൂപത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള പാപത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ലോകത്തിൽ നിന്ന് വ്യഭിചാരം, സ്വർഗഭോഗം, മോഷണം, അക്രമം, നുണ, ചതിവൊക്കെ വർദ്ധിക്കുകയാണ്. കാരണമായി ഇത്തരം പാപങ്ങളുടെ അടിസ്ഥാന കാരണമായിട്ട് വിശുദ്ധ ബൈബിൾ റോമാലേഖനത്തിൽ പറയുന്നത് സ്വരൂപത്തിന് മഹത്വം കൊടുക്കുക. ജീവനുള്ള ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മനുഷ്യൻ തന്നെ അവൻ്റെ കൈപ്പണിയായി നിർമ്മിച്ചിരിക്കുന്ന സ്വരൂപങ്ങൾക്ക് മഹത്വം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രമാത്രം പാപങ്ങൾ ലോകത്തിൽ നിന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഈ മാനസാന്തരം എന്നുള്ളത് ദൈവം തന്നെ ദാനമായിട്ട് നമുക്ക് നൽകണം. നമ്മുടെ സ്വന്തം മിടുക്ക് കൊണ്ട് മാനസാന്തരം വരികയില്ല. മാനസാന്തരം ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് പലർക്കും പല തിന്മകൾ ചെയ്തിട്ടും ഇത് തിന്മയാണെന്ന് തോന്നുന്നില്ല. നമുക്ക് മാനസാന്തരം വരണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് തിന്മയാണ്. ഞാൻ പാപ്പാമതത്തിൽ പണ്ടായിരുന്നു, അന്ന് ഈ സ്വരൂപങ്ങൾ വണങ്ങിയിരുന്നു, ഇതെനിക്ക് തിന്മയാണെന്ന് തോന്നിയിരുന്നില്ല. കാരണം ജനകോടികൾ ചെയ്യുന്നൊരു പാപം, അതിൽ ഞാനും പങ്കാളിയാണ്, അങ്ങനൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് കർത്താവ് തന്നെ ഈ മാനസാന്തരം എന്നത് ഒരു ദാനമായി തന്നതുകൊണ്ടാണ് ഈ സ്വരൂപത്തെ വണങ്ങുന്നതും അതിനോട് തുല്യമായ മറ്റു പല പാപങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. കർത്താവ് ആ മാനസാന്തരം എന്നുള്ള കൃപ എൻ്റെ മേൽ ചൊരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന നേരത്തെ പറഞ്ഞ ആരാധനാ രീതി അല്ലെങ്കിൽ വണങ്ങുന്ന രീതി, അതിൽ കുഴപ്പമില്ലാതെ അതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോയേനെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാനസാന്തരം ദൈവത്തിൻ്റെ ദാനമാണ്. വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11:18. അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി.
ദൈവമാണ് ജാതികൾക്ക് മാനസാന്തരം കൊടുക്കുന്നത്. 2 തിമോത്തി 2:25 വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും. ആര് മാനസാന്തരം നൽകണം? വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകും. മറ്റൊരു വേദഭാഗം വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:31 വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:31 ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ആരെ? കർത്താവായ യേശു ക്രിസ്തുവിനെ. കർത്താവ് തന്നെയാണ് മാനസാന്തരം നൽകേണ്ടത്. ദൈവമക്കൾക്ക് അനുദിനം മാനസാന്തരം വേണം, നമുക്കത് അറിയാവുന്ന കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അന്ന് പടയാളികൾ കൈയും കാലും തുളച്ചു. അവർക്കൊരു മാനസാന്തരം ഉണ്ടായില്ല. അവർ വിചാരിച്ചു ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവമക്കളായ നമ്മൾ ഒരിക്കലും യേശുവിനെ കുരിശിൽ തറയ്ക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ പുത്രനെ നമുക്ക് എങ്ങനെ കുരിശിൽ തറയ്ക്കാൻ പറ്റും? പക്ഷെ ഒരു കാര്യം, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് ആർ ചെയ്ത പാപം നിമിത്തമാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപം നിമിത്തമാണ് യേശു കുരിശിൽ മരിച്ചത്. നമുക്കതറിയാം. റോമാ പടയാളികൾ യേശുവിനെ അന്ന് കുരിശിൽ തറച്ചുവെങ്കിലും നമ്മളാണ് വാസ്തവത്തിൽ നമ്മുടെ പാപങ്ങൾ നിമിത്തം യേശുവിനെ കുരിശിൽ തറച്ചത്. ഏറ്റവും നീചമായ പാപം ഏതാണ്? പാപമില്ലാത്ത നിർമ്മലനായ നിർദോഷനായ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കുക. അതിനേക്കാളും വലിയൊരു പാപം ഒരു വ്യക്തിക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത്രയും നീചമായ പാപം ചെയ്തവരാണ് നമ്മൾ. കാരണം നമ്മുടെ പാപങ്ങളാണ് യേശുവിനെ കുരിശിൽ തറച്ചത്. അത് നമുക്കറിയാം. നമ്മൾ മാനസാന്തരപ്പെട്ടു. ഇനി നാം ഒരിക്കലും യേശുവിനെ കുരിശിൽ തറയ്ക്കുകയില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. നേരത്തെ പറഞ്ഞല്ലോ, അന്ന് യഹൂദന്മാർ അന്ധരായി യേശുവിനെ ആണി കൊണ്ട് തുളച്ചു. എന്നാൽ അവർക്ക് അപ്പോൾ അതിൽ കുറ്റബോധം ഉണ്ടായില്ല എങ്കിലും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവർ ചെയ്ത മഹാ അപരാധത്തെ പ്രതി അവർ വാവിട്ട് നിലവിളിക്കും. സക്കരിയാവ് 12:10 തങ്ങൾ കുത്തിയിട്ടുള്ളവനിലേക്ക് അവർ നോക്കും, ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. ഇത് സംഭവിച്ചിട്ടില്ല, വരാൻ പോകുന്ന കാര്യമാണ്. തങ്ങൾ കുത്തിയിട്ടുള്ളവനിലേക്ക് അവർ നോക്കും, ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. ഈ വാക്യവും നമ്മുടെ ജീവിതവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇത് യഹൂദന്മാർ അന്ത്യനാളിൽ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ദൈവമക്കളായ നാം നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർത്താവിൻ്റെ വചനത്തിന് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വീണ്ടും കർത്താവിനെ ക്രൂശിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആണി കൊണ്ട് തുളയ്ക്കുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി നാം പ്രവർത്തിക്കുകയും വേണ്ടാത്ത കാഴ്ചകൾ കാണുകയും പരദൂഷണം പറയുകയും ചെയ്യുമ്പോൾ കർത്താവിനെ വീണ്ടും ക്രൂശിക്കുകയാണ്. അപ്പോൾ ഇതാ തങ്ങൾ കുത്തിയിട്ടുള്ളവനിലേക്ക് നോക്കി അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവിൽ യഹൂദന്മാർ നിലവിളിക്കും. ഇതുപോലെ നാം ഓരോ പാപം ചെയ്യുമ്പോൾ കർത്താവെ, ഞാൻ അങ്ങയെ കുത്തി മുറിവേൽപ്പിച്ചല്ലോ എന്നോർത്ത് കരയണം. പത്രോസ് പൊട്ടിക്കരഞ്ഞതുപോലെ. ഇതാണ് വിശ്വാസികളുടെ മാനസാന്തരം. അല്ലാതെ 10 വർഷം മുമ്പ് ഞാൻ സ്നാനപ്പെട്ടു, ഇനി എന്ത് മാനസാന്തരം? എൻ്റെ പാപങ്ങൾ ക്രിസ്തുവിനെ ഇതാ വീണ്ടും ക്രൂശിൽ തറയ്ക്കുകയാണെന്ന ബോധ്യത്തോടെ ഞാനാണല്ലോ ക്രിസ്തുവിനെ മുറിവേൽപ്പിച്ചത് ഈ പാപനിമിത്തം. അങ്ങനെ അനുദപിക്കുന്ന ഒരു ഹൃദയം, ഇതാണ് വിശ്വാസികളായ എനിക്ക് നിങ്ങൾക്കുണ്ടാകേണ്ടത്. സങ്കീർത്തനങ്ങൾ 95:8 ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസ്സാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് ശക്തമായിട്ട് ഇടപെടുന്നു. ആ നിമിഷം, നാളെയല്ല, മാനസാന്തരപ്പെടണം. ഇന്ന് പരിശുദ്ധാത്മ വചനം കേൾക്കുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയാൽ ഇന്ന് മാനസാന്തരപ്പെടണം. യെശയ്യാ 55:6-7 വാക്യങ്ങൾ യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. കണ്ടെത്താകുന്ന സമയത്ത് അവൻ അന്വേഷിക്കണം.
എനിക്ക് ബോധിച്ച സമയത്തല്ല ഞാൻ മാനസാന്തരപ്പെടേണ്ടത്, ദൈവം ആവശ്യപ്പെടുന്ന സമയത്ത്. വായിക്കാം. സദൃശവാക്യങ്ങൾ 27:1. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. Do not boast about tomorrow, for you do not know what a day may bring. ഒരിക്കലൊരു മദ്യപാനിയായ സഹോദരനോട്, ക്രിസ്ത്യാനിയാണ്, അദ്ദേഹത്തോട് മദ്യപിക്കരുത് എന്ന് 2 ദൈവദാസന്മാർ ഉപദേശിച്ചു. അപ്പോൾ അദ്ദേഹം പൈസ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരുപക്ഷെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണെന്ന് വിചാരിച്ച് ദൈവദാസന്മാർ പൈസ കൊടുത്തു. പിന്നെയാണ് മനസ്സിലായത് ഈ പൈസ മദ്യപിക്കാൻ വേണ്ടിയാണ് വാങ്ങിയത്. അപ്പോൾ ആ ദൈവദാസന്മാർ പറഞ്ഞു, ഈ പണം കൊണ്ട് മദ്യപിക്കരുത്, നിങ്ങൾ മാനസാന്തരപ്പെടണം. കാരണം ഇനിയും നിങ്ങൾക്ക് ഒരവസരം കർത്താവ് തരുമോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ മാനസാന്തരപ്പെടണം. ഈ പണം കൊണ്ട് നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ മാനസാന്തരപ്പെടണം. മറ്റൊരു ചാൻസ് ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ മാനസാന്തരപ്പെടാൻ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റില്ല, ഞാൻ മദ്യപിക്കാൻ തന്നെയാണ് പോകുന്നത്. എന്നാൽ പിറ്റേ ദിവസം ഒരു വാർത്ത പേപ്പറിൽ വന്നു. അദ്ദേഹം മദ്യപിച്ച് കിണറ്റിൻ്റെ വക്കിലിരിക്കുകയായിരുന്നു. അദ്ദേഹം ബോധമില്ലാത്തതുകൊണ്ട് പിന്നിലേക്ക് മറിഞ്ഞു, വെള്ളത്തിലേക്ക് വീണു, മരിച്ചു. എപ്പോഴും മാനസാന്തരത്തിന് ദൈവം സമയം ദീർഘമാക്കുമെന്ന് കരുതരുത്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസ്സാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇനി ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. സ്വർഗത്തിൽ ദേവദൂതന്മാരുടെ മധ്യേ സന്തോഷമാണ്. ധൂർത്തപുത്രൻ മടങ്ങി വന്നു, പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോൾ ആ വീട്ടിൽ എത്രമാത്രം സന്തോഷമാണ്. കാരണം മരിച്ചവൻ ഇതാ ജീവനോടെ വരികയാണ്. നരകത്തിന് യോഗ്യനായവൻ ഇതാ മാനസാന്തരപ്പെടുന്നു, പിതാവിൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ വരുന്നു. വലിയ സന്തോഷമാണ്. ഈ ഭൂമിയിൽ സുവിശേഷം കേട്ട് എപ്പോഴെല്ലാം ഒരു അവിശ്വാസി പാപത്തിൻ്റെ വഴിവിട്ട് മാനസാന്തരപ്പെടുന്നുവോ, അത് ഒറിജിനൽ മാനസാന്തരമാണെങ്കിൽ സ്വർഗത്തിൽ ആ വ്യക്തിയെ പ്രതി ദൈവദൂതന്മാരുടെ മധ്യേ മഹാസന്തോഷമുണ്ട്. എന്നാൽ ഒരു വിശ്വാസി മാനസാന്തരപ്പെടുമ്പോഴോ, പാപി മാനസാന്തരപ്പെടുമ്പോൾ മാത്രമല്ല, ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ചെയ്ത പാപങ്ങളെക്കുറിച്ചോർത്ത് ദിനം പ്രതി മാനസാന്തരപ്പെടുമ്പോൾ അവനെ പ്രതിയും സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്നെ പ്രതി സ്വർഗം മുഴുവൻ സന്തോഷിക്കണം. ഒരു വിശ്വാസി വിചാരിച്ചാൽ സ്വർഗത്തിൽ മുഴുവൻ സന്തോഷം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? അവൻ്റെ പാപജീവിതത്തെ പ്രതി അവൻ ശരിക്കും പത്രോസ് പൊട്ടിക്കരഞ്ഞ് അനുദപിച്ചതുപോലെ യഥാർത്ഥ അനുതാപം, ഭൂമിയിലെ വസ്തുക്കളിലേക്ക് തിരിയാതെ വിശ്വസിക്ക് നേടിയെടുക്കുക, വിശ്വസിക്ക് പ്രാപിക്കുക, വിശ്വസിക്ക് നേടിയെടുക്കുക, ഇത് മാത്രം പറഞ്ഞ് കബളിപ്പിക്കുന്ന പ്രസംഗങ്ങളിൽ കൊടുങ്ങാതെ യഥാർത്ഥത്തിൽ അവൻ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്നെ പ്രതി സ്വർഗം സന്തോഷിക്കണം. അതിന് ഞാൻ ചെയ്യേണ്ടത് റിയലായിട്ട് റിപ്പൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില വാക്യങ്ങൾ വായിക്കുക. ലൂക്കോസ് 15:7. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസ് 15:10. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെട്ടു എന്നുള്ളതിന് തെളിവെന്താ? ഭയങ്കര മാനസാന്തര. എന്താ തെളിവ്? പ്രവൃത്തിയിലൂടെ വെളിപ്പെടും. യെശയ്യാ 1:16-17 വാക്യങ്ങൾ. നിങ്ങളെ കഴുകി ശുദ്ധമാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുന്നിൽ നിന്ന് നീക്കിക്കളയുവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിക്കുവിൻ, ന്യായം അന്വേഷിപ്പിൻ, പീഡിതരെ വിടുവിക്കുവിൻ, അനാഥന് ന്യായം നടത്തി കൊടുക്കുവിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കുവിൻ. കേവല വാക്കുകൊണ്ട് ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നതല്ല, പ്രവൃത്തിയിൽ അത് വെളിപ്പെടണം. സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം നമുക്ക് വളരെ നന്നായി അറിയാം. അദ്ദേഹം പറഞ്ഞു, മത്തായി 3:8, മാനസാന്തരത്തിന് യോഗ്യമായ നല്ല ഫലം കായ്പിൻ. താഴെ അദ്ദേഹം പറഞ്ഞു 10-ാം വാക്യത്തിൽ, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26:20. ഇവിടെ പൗലോസ് ഇത് തന്നെയാണ് പ്രസംഗിക്കുന്നത്. ആദ്യം ദമസ്കൊസിലും യെരൂശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു.
ഇവരൊന്നും വേറെ ഒന്നും ചെയ്യേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി, വിശ്വസിച്ചാൽ മാത്രം മതി, പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ, അങ്ങനെ പറയുന്ന വ്യാജ പ്രവാചകന്മാരായിരുന്നില്ല. കർത്താവ് വ്യക്തമായി പറഞ്ഞു, മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിക്കും. എന്താ മാനസാന്തരം? കർത്താവിൻ്റെ വചനത്തിന് വിപരീതമായാണ് എൻ്റെ പോക്ക് എന്ന് തിരിച്ചറിഞ്ഞ് എബൌട്ട് ടേൺ. പല ദൈവമക്കൾക്കും ഇന്ന് ക്രിസ്തു പറഞ്ഞ കൽപ്പനകൾക്ക് നേരെ വിപരീതമായാണ് അവർ പോകുന്നതെങ്കിലും ഒരു കുറ്റബോധവുമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നീതി പ്രവർത്തികളെ, സൽക്കർമ്മങ്ങളെ മനുഷ്യർക്ക് വിളങ്ങുവാൻ ചെയ്യരുത്. നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളം മുഴക്കരുത്. എന്നാൽ ഇന്ന് പല ദൈവമക്കളും കാഹളം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ. കർത്താവ് വ്യക്തമായി പറഞ്ഞു, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഒരിക്കൽ ഒരു ദൈവസഭയിലേക്ക് ഒരു പുതിയ വിശ്വാസി പോയപ്പോൾ സ്തംഭിച്ചു പോയി. ആ സഭാഹാളിനകത്ത് ഒരു സൗണ്ട് ബോക്സ് ഇരിക്കുന്നുണ്ട്, സ്പീക്കർ. അതിൽ ആരാണോ ദാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ക്രിസ്തു പറഞ്ഞിരിക്കുന്നു ഇത് രഹസ്യമായി ചെയ്യണം. ആ സഹോദരൻ തന്നെ വേറൊരു സഭയിൽ പോയി. അപ്പോൾ ആരാധനയുടെ മധ്യേ സെക്രട്ടറി ഒരു വെള്ള പേപ്പറിൽ നോക്കി വായിക്കുകയാണ്. ചില കാര്യങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തവരുടെ പേരും അവർ കൊടുത്ത എമൗണ്ടും വായിക്കുകയാണ്. ഇന്ന സഹോദരൻ 1000, ഇന്ന സഹോദരൻ 500, ഇന്ന സഹോദരൻ 100, ഇന്ന സഹോദരൻ 50, ഇന്ന സഹോദരൻ 2000 കൊടുത്ത സഹോദരൻ അത് കേട്ടപ്പോൾ ഒന്ന് തല ഉയർത്തി. 50 കൊടുത്ത സഹോദരൻ ചൂളിപ്പോയി. പ്രിയമുള്ളവരെ, രഹസ്യമായി ചെയ്യേണ്ടത് ഇതാ പരസ്യപ്പെടുത്തുന്നു. ഈ സഹോദരൻ വേറൊരു കൺവെൻഷനിൽ പോയി. അപ്പോൾ കണ്ടത് വലിയൊരു കൺവെൻഷനാണ്, ധാരാളം ആളുകൾ. അവിടെ ഫണ്ട് റേസിംഗ് ആണ്. എന്തായാലും കുറച്ച് ആളുകൾ മുന്നിൽ വന്നിരിക്കുകയാണല്ലോ, എങ്ങനെയെങ്കിലും പണം പിരിക്കണം, അതിനുള്ള ടെക്നിക്കുകളാണ് അവിടെ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അറിയാം, രഹസ്യമായി കൊടുക്കാനൊന്നും വിശ്വാസികൾക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്തു, 10,000 രൂപ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇതാ കുറച്ചുപേർ എഴുന്നേറ്റ് നിന്നു. എല്ലാവരും അവരെ നോക്കി, അവരിരുന്നു. അത് കഴിഞ്ഞ് 5,000 രൂപ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കട്ടെ. എഴുന്നേറ്റ് നിന്നു. 1000 രൂപ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? എഴുന്നേറ്റ് നിന്നവർക്കൊരു കാര്യം അറിയാം, ഞങ്ങൾ ഇത്രയും ജനങ്ങളുടെ മധ്യ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും സൽപ്രവൃത്തി ചെയ്യുന്നവരാണ്. എല്ലാവരും അറിയും, പ്രസംഗിക്കുന്നവനും അറിയാം, ഇവരുടെ മനഃശാസ്ത്രം അറിയാം. പരസ്യമായി ഇവർ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ മാത്രമേ 10,000 5,000 ഇവർ കൊടുക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കർത്താവിന് വിരോധമായി പ്രവർത്തിക്കുന്നു, പിശാചിനെയാണ് ഞങ്ങൾ അനുസരിക്കുന്നത്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന് പറഞ്ഞിരിക്കെ വിപരീതമായി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് യോഗ്യത ഇല്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കണം. ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് കേവലം അധരം കൊണ്ട് പറഞ്ഞാൽ പോരാ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കണം. മദ്യപാനി ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവൻ്റെ മദ്യപാനം ഉപേക്ഷിക്കണം. രഹസ്യപാപങ്ങളിൽ കുടുങ്ങിയൊരു വ്യക്തി ഞാൻ മാനസാന്തരപ്പെടുകയാണെന്ന് കേവലം അധരം കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തി കൊണ്ട് അത് തെളിയിക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കണം. നാം വാസ്തവത്തിൽ മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ താഴ്മയുണ്ടാകും. അഹങ്കാരം നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാം യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടിട്ടില്ല. മാനസാന്തരത്തിൻ്റെ കൂടെ ചേർന്ന് പോകുന്നതാണ് താഴ്മ. ഇങ്ങനെ നാം മാനസാന്തരപ്പെട്ട് താഴ്മയോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. അഹങ്കാരി എത്രമാത്രം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല. കാരണം അഹങ്കാരിയോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നാം താഴ്മയുള്ളവരായിരിക്കണം. ഇനി നാം താഴ്മയുള്ളവരാണ് എങ്കിൽ നമ്മുടെ പ്രാർത്ഥന നമുക്ക് മാത്രമല്ല പ്രയോജനം വരുത്തുന്നത്, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ദേശത്തിന് മൊത്തം അത് അനുഗ്രഹമായി മാറും. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം നമുക്കറിയാം, എങ്കിലും ഒന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. നീതിമാനായ താഴ്മയുള്ള ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ച്
ദേശത്തിന് മൊത്തം സൗഖ്യം വരുത്തി കൊടുക്കുവാൻ ദൈവത്തിന് മനസ്സരിവുണ്ട്. ഇനി മറ്റൊരു വേദഭാഗം, യാക്കോബ് എഴുതിയ ലേഖനം, യാക്കോബ് 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യാക്കോബ് 4:9-10. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ, കൈകളെ വെടിപ്പാക്കുവിൻ. ഇരുമനസ്സുള്ളവരെ, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരയുവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് ബോധ്യം ഒരുവനുണ്ടാകണം. ഇന്ന് പലർക്കും മാനസാന്തരത്തിൻ്റെ ആവശ്യകത അറിയുകയില്ല. കാരണം ഞങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടോ, തെറ്റിനെക്കുറിച്ചുള്ളൊരു ബോധ്യം അവർക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചെയ്യുന്നത് പാപമാണ് എന്നുള്ള തിരിച്ചറിവ് ലഭിച്ചാൽ മാത്രമേ എനിക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യകത ഉണ്ട് അവന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് തനിയെ അങ്ങ് മാനസാന്തരം വരികയില്ല. ഇരുട്ടിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഇരുട്ടിൽ ആ മുറിയിൽ എന്തെല്ലാം ചപ്പുചവറുകൾ, അഴുക്കുകളുണ്ട് കാണാൻ കഴിയുന്നില്ല. കാരണം ആകെ ഇരുട്ടാണ്. ആ മുറിയിലേക്ക് വെളിച്ചം വരുമ്പോഴാണ് ഇന്നന്ന ഭാഗത്ത് പൊടിയും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ കഴിയാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. ലോക ജനത അന്ധകാരത്തിലാണ്. അതുകൊണ്ട് അവർക്ക് പാപം ചെയ്തിട്ടും പാപമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എത്രയോ സ്ത്രീകൾ ഗർഭഛിദ്രം നടത്തുന്നു, വയറ്റിലിട്ട് കുട്ടികളെ കൊല്ലുന്നു. ഒരു കുഴപ്പമില്ലാതെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അവരങ്ങനെ നടക്കുകയാണ്. പാപബോധമില്ല. എന്നാൽ ലോകത്തിൻ്റെ പ്രകാശമായി ക്രിസ്തു ഒരുവൻ്റെ മേൽ പതിക്കുമ്പോഴാണ്, ആ വെളിച്ചത്തിലാണ് അവൻ്റെ തൻ്റെ അനീതി കാണാൻ കഴിയുന്നത്. ഒരു വെള്ള ഷർട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് ഇരുട്ടത്ത് വെച്ച് പരിശോധിച്ചാൽ കാണാൻ പറ്റില്ല. വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് വെള്ള ഷർട്ടിൽ ഇത്രമാത്രം കറയുണ്ട് കാണാൻ കഴിയുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് പരിശോധിച്ചാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപക്കറകൾ കാണാൻ കഴിയുന്നതല്ല. യേശുക്രിസ്തു എന്ന ലോകത്തിൻ്റെ വെളിച്ചം അതിൻ്റെ മുമ്പാകെ നാം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറ, അഴുക്ക്, മലിനത അവിടുന്ന് കാണിച്ചു തരും. യേശുക്രിസ്തു പരിശുദ്ധനാണ്. ഈ പരിശുദ്ധനായ ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോഴാണ് പാപിയായ ഒരുവൻ്റെ അഴുക്ക്, അവൻ്റെ കോപം, സ്വാർത്ഥത, രഹസ്യപാപങ്ങൾ അതൊക്കെ അവന് തന്നെ ബോധ്യം ലഭിക്കുകയാണ്. ഈ പരിശുദ്ധനായ കർത്താവിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ രക്ഷിക്കപ്പെട്ടവരായാലും കൂടുതൽ ആ വെളിച്ചത്തിലേക്ക് അടുക്കുമ്പോൾ ആ മലിനതകൾ കൂടുതൽ കൂടുതൽ വെളിവാകും. ചെറിയൊരു ടോർച്ച് വെളിച്ചത്തിൽ നാം അഴുക്കുകൾ പരിശോധിച്ചാൽ അല്പം കാണും. ശക്തിയേറിയ വെളിച്ചമാണ് എങ്കിൽ കൂടുതൽ അഴുക്ക് തെളിഞ്ഞു വരും. ഇതുപോലെ പരിശുദ്ധനായ ദൈവത്തോട് അടുത്ത് ചെല്ലും തോറും ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ ആ പരിശുദ്ധിയിലേക്ക് നാം അടുത്ത് ചെല്ലും തോറും നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപത്തിൻ്റെ കുത്തുകൾ കാണാൻ കഴിയും. നല്ലൊരു ഉദാഹരണം, യെശയ്യാ പ്രവാചകൻ മറ്റുള്ളവരുടെ കുറവുകൾ മനസ്സിലാക്കി അവരോട് മാനസാന്തരപ്പെടുവാൻ പ്രബോധിപ്പിക്കുന്നവനായിരുന്നു. നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരും. അങ്ങനെ മറ്റുള്ളവരുടെ കുറവുകൾ ചൂണ്ടി സംസാരിച്ച പ്രവാചകൻ ഇപ്പോഴിതാ ദൈവത്തെ മുഖാമുഖം കാണുകയാണ്. സാറാഫുകൾ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് ആർത്തുഘോഷിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ദൈവത്തെ മുഖാമുഖം ദർശനത്തിൽ കാണുമ്പോൾ പ്രവാചകന് ആ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ അശുദ്ധി പരിശോധിക്കാൻ കഴിഞ്ഞു. അയ്യോ, ഞാൻ അശുദ്ധനായൊരു മനുഷ്യനാണ്, എൻ്റെ അധരത്തിൽ അശുദ്ധിയുണ്ട്. അത് കണ്ട് താൻ നിലവിളിക്കുകയാണ്. ഒരു യഥാർത്ഥ മാനസാന്തരം ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ ഉണ്ടാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ 6:5. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടാൽ ശരിക്കും മാനസാന്തരം ഉണ്ടാകും. യിരെമ്യാ പ്രവാചകൻ വളരെ നല്ല പ്രവാചകനാണ്. കർത്താവിന് വേണ്ടി വളരെ കഷ്ടപ്പാട് സഹിച്ച ഒരു പ്രവാചകൻ. യിരെമ്യാ പ്രവാചകൻ വിചാരിച്ചു, ഞാൻ മറ്റുള്ളവരെക്കാളും നല്ലവരാണ്, കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഞാൻ ഉല്ലസിക്കുന്നില്ല, മോശമായി ഒന്നും ചെയ്യുന്നില്ല. അവൻ വിചാരിച്ചു, എൻ്റെ ജീവിതത്തിൽ വലിയ പാളിച്ചകളൊന്നുമില്ല, മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ വളരെ നല്ലതാണ്. പക്ഷേ ദൈവം അവനോട് സംസാരിക്കുന്നു. വായിക്കാം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അവിടെ യിരെമ്യാ പറയുകയാണ്, യിരെമ്യാ 15-ന്റെ 16-17.
ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിൽ ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. അതാ, ഞാൻ മറ്റുള്ളവരെക്കാളും കുറച്ച് ഭേദമാണ്, കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. അത് പറഞ്ഞപ്പോൾ ദൈവം യിരെമ്യാ പ്രവാചകനോട് പറയുന്നൊരു കാര്യമുണ്ട്. യിരെമ്യാ 15:19. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിൻ്റെ വായ് എൻ്റെ വായ് പോലെയാകും. യിരെമ്യാ പ്രവാചകൻ ആദ്യം ദൈവത്തോട് പറയുന്നത്, ഞാൻ വലിയ ശുദ്ധനാണ്, കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് അങ്ങനെ ഉല്ലസിക്കുന്നില്ല. പക്ഷേ ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. യിരെമ്യാ പ്രവാചകന് മടങ്ങി വരേണ്ട ആവശ്യമുണ്ട്, മനം തിരിയേണ്ട ആവശ്യമുണ്ട്, ദൈവം പറയുകയാണ്. മാത്രമല്ല, പ്രവാചകനാണെങ്കിലും അധമമായത് സംസാരിക്കുന്നു, ഉത്തമമായതല്ല എപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ തൻ്റെ സംസാരത്തിൽ പറ്റിയ പാകപ്പഴ ദൈവം യിരെമ്യാ പ്രവാചകനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. ഒരു പ്രവാചകൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ്. അവൻ്റെ വായിൽ നിന്ന് അധമമായത് വരാൻ പാടില്ല. പ്രിയമുള്ളവരെ, ലോകത്തിലെ മറ്റുള്ളവർ അനാവശ്യമായ കാര്യങ്ങൾ, ദ്വയാർത്ഥങ്ങൾ വരുന്ന മ്ലേച്ഛമായ തമാശകളൊക്കെ പറഞ്ഞു എന്ന് വരാം. ദൈവമക്കളായ നമ്മൾ അത് ഒരിക്കലും ചെയ്യരുത്. കാരണം നാം സുവിശേഷം പങ്കുവയ്ക്കുന്നവരാണ്. നമ്മുടെ അധരത്തിലൂടെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുന്ന രക്ഷയുടെ സന്ദേശം പറയുന്നവരായ നാം അശുദ്ധമായ സംസാരം സംസാരിക്കരുത്. ഇവിടെ രണ്ട് പ്രവാചകന്മാർക്കും അധരത്തിൽ പറ്റിയ തെറ്റ് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. യെശയ്യാവിന് അത് വെളിപ്പെടുത്തി. പിന്നെ ദൈവം തന്നെ യാഗപീഠത്തിലെ കനൽ കൊണ്ടുവന്നാണ് ശുദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാവിനെ, യെശയ്യാ പ്രവാചകൻ്റെ. യിരെമ്യാ പ്രവാചകനോട് പറയുന്നു, നീ അധമമായത് ഒഴിക്കണം, എന്നിട്ട് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിൻ്റെ വായ് എൻ്റെ വായ് പോലെയാകും. പ്രിയമുള്ളവരെ, പലരും ഇന്ന് ഒരു വ്യക്തി ശുശ്രൂഷിക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ആ വ്യക്തി ശുശ്രൂഷിക്കുമ്പോൾ ഇടയ്ക്ക് പറയുകയാണ്, ഇതാ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞു വീണ്ടും പറയുന്നു, ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളതൊന്നും ദൈവാത്മാവ് സംസാരിച്ചതല്ല, ഞാൻ തന്നെ എന്തൊക്കെയോ പറഞ്ഞതാണ്. ഇടയ്ക്ക് ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു, ഓക്കെ. എന്നാൽ വാസ്തവത്തിൽ ഒരു യഥാർത്ഥ സുവിശേഷകൻ്റെ, പ്രസംഗകൻ്റെ ദൗത്യം എന്താണ്? വല്ലപ്പോഴും ദൈവാത്മാവ് സംസാരിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു പറയുകയല്ല. തുടക്കം തൊട്ട് അവസാനം വരെ ദൈവാത്മാവ് സംസാരിക്കുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദൈവാത്മാവ് പറയുന്നതാണെന്ന് ഉണർത്തിക്കാൻ വേണ്ടിയൊന്നും പറയണ്ട. അതിനെന്ത് വേണം? നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുകയാണെങ്കിൽ നിൻ്റെ വായ് എൻ്റെ വായ് പോലെയാകും. വല്ലപ്പോഴും ഒരിക്കൽ ദൈവാത്മാവ് പറയുന്ന സന്ദേശമല്ല. പിന്നെയോ എപ്പോഴും ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വക്താവാകുവാൻ നമുക്ക് കഴിയും. നമ്മൾ ആ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. നിൻ്റെ വായ് എൻ്റെ വായ് പോലെയാകും. നമ്മുടെ കുടുംബജീവിതത്തിലും പിന്നെ ഭാര്യയോട് സംസാരിക്കുമ്പോഴും ദൈവാത്മാവായിരിക്കും സംസാരിക്കുന്നത്. ജോലിസ്ഥലത്തായാലും മറ്റുള്ളവരോടുള്ള സംസാരമായാലും അവിടെയും ദൈവാത്മാവായിരിക്കും സംസാരിക്കുന്നത്. അതിന് നാം എന്തു ചെയ്യണം? പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ വായ് കാത്തു സൂക്ഷിക്കേണ്ടത്, പ്രസംഗിക്കാത്ത സമയത്തും നമ്മുടെ വായ് അധമമായത് ഒഴിച്ച് ഉത്തമമായത് തന്നെ പ്രസ്താവിക്കണം. ദൈവത്തിൻ്റെ ഒരു നാവാകണമെങ്കിൽ നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കാതെ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് രണ്ട് പ്രവാചകന്മാർക്കും സംസാരത്തിൻ്റെ മേഖലയിൽ മാനസാന്തരം ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. നിസ്സാരന്മാരായ പ്രവാചകന്മാരല്ല യേശയ്യാവും യിരെമ്യാവും. ഇയ്യോബ് എന്താ കരുതിയത്? ഞാൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷമിട്ടകലുന്നവനാണ്, എല്ലാം ശരിയാണ്. ഇയ്യോബിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും വിശുദ്ധൻ ഇയ്യോബ് തന്നെയാണ്. ആ ധാരണ ഇയ്യോബിനും ഉണ്ടായിരുന്നു. ഞാൻ നിർമ്മലനായൊരു മനുഷ്യനാണ്, നിഷ്കളങ്കനാണ്, മറ്റു പാപികളെ പോലെയല്ല. പക്ഷേ ഇയ്യോബിന് പല ബാധകൾ വന്നു, ദുരിതങ്ങൾ വന്നു, രോഗം വന്നു, നമുക്കറിയാം. ഒടുവിൽ ദൈവം തന്നെ നേരിട്ട് ഇയ്യോബിന് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോഴാണ് ഇയ്യോബ് മാനസാന്തരപ്പെടുന്നത്. തന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ കടന്നു പറ്റിയ പാപത്തിൻ്റെ
യഥാർത്ഥ ഭീകരത ഇയ്യോബിന് കാണാൻ കഴിഞ്ഞത് ദൈവം തന്നെ നേരിട്ട് സംസാരിച്ചപ്പോഴാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മെ കാണുമ്പോഴാണ് യഥാർത്ഥ മാനസാന്തരം. കർത്താവിൻ്റെ പരിശുദ്ധിയിലേക്ക് അടുത്തടുത്ത് ചെല്ലുമ്പോഴാണ് നാം നമ്മെ തന്നെ കാണുമ്പോൾ, അയ്യോ, ഞാൻ ഇതുവരെ എന്നെക്കുറിച്ച് വെച്ചു പുലർത്തിയ ധാരണ അതിവിശുദ്ധനെന്നായിരുന്നു, ഞാൻ അങ്ങനെയല്ല. ശരിക്കും നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം ഈ വെളിച്ചത്തിലേക്ക്, കർത്താവിലേക്ക് അടുക്കുമ്പോഴാണ് ലഭിക്കുക. അത് ഇയ്യോബിന് ലഭിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, വായിക്കാം. ഇയ്യോബ് പറയുന്നു, ഇയ്യോബ് 42:5 ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ആരാ അനുതപിക്കുന്നത്? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, ദൈവഭക്തൻ ഇപ്പോൾ അനുതപിക്കുകയാണ്. ഭക്തൻ്റെ മാനസാന്തരം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ദുരിതങ്ങൾ അടിക്കടി വന്നപ്പോൾ ഇയ്യോബ് നിയന്ത്രണം വിട്ട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം യഥാർത്ഥത്തിൽ ഒരു ബോധ്യം തനിക്ക് ലഭിച്ചു, മാനസാന്തരപ്പെട്ടു. എന്നിട്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യപ്രകാശം കാണാനിടയായി. ക്രിസ്തുവിൻ്റെ ദിവ്യപ്രകാശം തട്ടിയപ്പോൾ വീഴുകയാണ്, മാനസാന്തരപ്പെടുകയാണ്. അതുവരെ വിചാരിച്ചത് ഞാൻ യഹൂദ മതത്തിൽ ഒന്നാമനായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയാണെങ്കിൽ വലിയ ദൈവഭക്തനായി മാറാമെന്നായിരുന്നു തെറ്റിദ്ധാരണ. എന്നാൽ തൻ്റെ ജീവിതത്തിൽ പറ്റിയ അകൃത്യത്തെക്കുറിച്ച് ക്രിസ്തു വെളിപ്പെടുത്തി. പിന്നീട് ഈ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുമ്പോൾ ഒടുവിൽ താൻ പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പണ്ട് ന്യായപ്രമാണത്തിൽ മുറുകെ പിടിച്ചപ്പോൾ വിചാരിച്ചത് ഞാൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനാണ്, കുറ്റമില്ലാത്തവനാണ്. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം മേൽ തട്ടിയപ്പോൾ പറയുകയാണ്, ലോകത്തിൽ 1-ാം നമ്പർ പാപി ആരാണോ ആ പാപിയാണ് ഞാൻ. അതിൻ്റെ അർത്ഥം നാം എല്ലാവരേക്കാളും കൂടുതൽ പാപം പൗലോസ് ചെയ്തു എന്നല്ല, പിന്നെയോ നാം മനസ്സിലാക്കിയതിനേക്കാളും കൂടുതൽ യേശുവിനെ പൗലോസ് മനസ്സിലാക്കി. നമ്മുടെ മേൽ യേശുവിൻ്റെ വെളിച്ചം വീഴുന്നതിനേക്കാൾ അധികമായി യേശുവിൻ്റെ വെളിച്ചം പൗലോസിൻ്റെ മേൽ വീണു. അപ്പോൾ പൗലോസിന് തൻ്റെ പാപത്തിൻ്റെ ഭീകരത ശരിക്കും മനസ്സിലായി. നാം ഈ ക്രിസ്തുവിനോട് അത്രമാത്രം അടുക്കാത്തത് കൊണ്ട്, ആ വെളിച്ചത്തിലേക്ക് അത്രമാത്രം അടുത്ത് ചെല്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള പല പാപങ്ങളുടെയും യഥാർത്ഥ രൂപത്തെ നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാം പറയുകയാണ്, ഞാൻ ഒരു വിശുദ്ധനാണ്, വലിയ കുഴപ്പമൊന്നും എനിക്കില്ല. അവർക്കൊക്കെ ചിലർ വചന സന്ദേശം കേൾക്കുമ്പോൾ അവരുടെ ചിന്ത എന്താണ്? ഭർത്താവ് ഭാര്യയെ നോക്കുകയാണ്, നിനക്കുള്ള സന്ദേശമാണ് ഇത്, നീ മാനസാന്തരപ്പെടണം. അപ്പോൾ ഭാര്യ ഭർത്താവിനെ നോക്കുകയാണ്, അല്ല, നിങ്ങളാണ് മാനസാന്തരപ്പെടേണ്ടത്, നിങ്ങൾക്കുള്ള സന്ദേശമാണ് ആ ദേവദാസൻ പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ധാരാളം അനുഭവ സാക്ഷികൾ നമ്മൾ കേൾക്കാറുണ്ട്. കർത്താവിൻ്റെ രോഗം മാറ്റി, എൻ്റെ കടബാധ്യത മാറ്റി, എനിക്ക് വീട് തന്നു, ജോലി തന്നു, തകർന്ന കുടുംബത്തെ കർത്താവ് ഒന്നിപ്പിച്ചു. മനോഹരങ്ങളായ സാക്ഷ്യങ്ങൾ ദിനംപ്രതി നാം കേൾക്കാറുണ്ട് മാധ്യമങ്ങളിലൂടെ, ക്രിസ്തീയ മാസികകളിലൂടെ. നല്ല കാര്യമാണ്. പക്ഷേ കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമ്പോൾ കർത്താവിനൊരു പ്രതീക്ഷയുണ്ട്. അതെന്താണ്? മാനസാന്തരപ്പെടണം. ഇവിടെ ഇതാ കർത്താവ് പറയുകയാണ്, മത്തായി 11:21-22 വരെ, കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബേസൈദേ നിനക്ക് ഹാ കഷ്ടം, നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ ചാക്കൊടുത്ത് ചാരത്തിലിരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോരസീനെ നിനക്ക് കഷ്ടം. എന്തുകൊണ്ട് കഷ്ടം? ആ പ്രദേശത്തിൽ വസിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ, വിടുതലുകൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. കുരുടർ കണ്ടു, ചികിടർ കേട്ടു, മുടന്തർ നടന്നു. ഇതൊക്കെ എന്തിനാ കർത്താവ് ചെയ്തു കൊടുത്തത്? മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. അത് അവരുടെ ജീവിതത്തിൽ നടക്കാത്തത് കൊണ്ട് ഹാ കഷ്ടം എന്നാണ് പറയുന്നത്. ബേസൈദേ നിനക്ക് ഹാ കഷ്ടം. എന്തുകൊണ്ട്? നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ
അവർ പണ്ട് തന്നെ ചാക്കൊടുത്ത് ചാരത്തിലിരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്താണ് ഇനി വരാൻ പോകുന്നത്? എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സൂര്യനും സീതോനും സഹിക്കാവുന്നതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോരസീനും ബേത്സയിദയ്ക്കും വലിയ ന്യായവിധി വരാൻ പോകുന്നതിൻ്റെ കാരണം എന്താണ്? വളരെ വ്യക്തം. വലിയ വീര്യപ്രവൃത്തികൾ ഈ ദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങളിൽ ഉണ്ടായിട്ടും കർത്താവ് ചെയ്തിട്ടും അവർ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവർക്ക് ചെറിയ ന്യായവിധിയല്ല, വലിയ ന്യായവിധി. അതുകൊണ്ട് ഇന്ന് സ്റ്റേജുകളിലൊക്കെ ഓരോരുത്തരെ വിളിച്ചു വരുത്തി സാക്ഷ്യം പറയിപ്പിക്കുന്ന ശുശ്രൂഷ വളരെ നല്ലത് തന്നെ എന്ന് പറയാം. എന്നാൽ ഈ സാക്ഷ്യത്തിന് ശേഷം അവർ മാനസാന്തരപ്പെടുന്നുണ്ടോ? എൻ്റെ ക്യാൻസർ മാറി, ഇന്ന കാര്യങ്ങൾ മാറി, ശരി, സാക്ഷ്യം പറയുന്നു, കേൾവിക്കാർക്കെല്ലാം വലിയ ആവേശമായി, കർത്താവ് അത്ഭുതം ചെയ്യുന്നല്ലോ, തീർച്ചയായിട്ടും കർത്താവിന് ക്യാൻസർ മാറ്റാം, അത്ഭുതങ്ങൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇവിടെ ഇതാ അത്ഭുതങ്ങൾക്ക് വിധേയരായ അനേകം ജനങ്ങളെ നോക്കി കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് കഷ്ടം. എന്തുകൊണ്ട് കഷ്ടം? ഇവർ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് നാം ചിത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രം പ്രൊജക്റ്റ് ചെയ്യരുത്. അതായത് അത്ഭുതങ്ങൾ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുന്നു, അതുമാത്രം പ്രൊജക്റ്റ് ചെയ്യുന്നു. പിന്നെ അവരുടെ ജീവിതത്തിൽ മാനസാന്തരം ഇല്ല എങ്കിൽ അവർക്ക് എന്താണ് വരാൻ പോകുന്നത്? വലിയ ന്യായവിധിയാണ് വരാൻ പോകുന്നത്. അവർക്ക് കഷ്ടമാണ് ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കർത്താവിനാൽ വലിയ വിടുതൽ പ്രാപിച്ചവനാണ്, രോഗസൗഖ്യം കിട്ടിയവനാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അത് നല്ല കാര്യമാണെങ്കിലും ഇതിനു ശേഷം നിൻ്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായത്? നീ മാനസാന്തരപ്പെട്ടോ? കർത്താവ് ഒരു വ്യക്തിക്ക് അത്ഭുതകരമായ സൗഖ്യമോ മറ്റേതെങ്കിലും വിടുതലോ നൽകുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? പ്രതീക്ഷ എന്താണ്? അവൻ മാനസാന്തരപ്പെടണം. അതിന് തയ്യാറല്ല എങ്കിൽ പിന്നെ ന്യായവിധിയാണ്. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ഓർക്കണം. അത്ഭുതങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് ഇനി അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടാതെ ജീവിച്ചാൽ വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്. മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അത്ഭുത സൗഖ്യം കിട്ടിയവരും സാക്ഷ്യം പറയുന്നവരും പ്രസംഗിക്കുന്നവരും കൺവെൻഷൻ നടത്തിയവരും ക്രൂസൈഡ് നടത്തിയവരും കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നവരും ആരൊക്കെ തന്നെയാകട്ടെ, മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ അങ്ങനെ തന്നെ നശിക്കും. അല്ല, ശീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കണം. അത് വളരെ വ്യക്തമായി സ്നാപക യോഹന്നാൻ പറഞ്ഞു. മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിച്ച് പഴയ പാപത്തോട് വിട പറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കുന്ന ധാരാളം ദൈവമക്കൾ ഇന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സക്കായിയുടെ ഭവനത്തിലേക്ക് പോകുന്നു. സക്കായി ചുങ്കക്കാരനാണ്, ധാരാളം പേരെ വഞ്ചിച്ചിട്ടുണ്ട്, ധാരാളം സമ്പത്ത് അവൻ ഒരുപക്ഷെ സ്വരൂപിച്ചത് ആ രീതിയിലായിരിക്കാം. എന്നാൽ അവൻ യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ മാനസാന്തരപ്പെടുകയാണ്. യേശു അവനോട് പറഞ്ഞില്ല, നിന്റെ സ്വത്ത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ലോകത്തിൻ്റെ പ്രകാശമായ യേശു ക്രിസ്തുവിനോട് കൂടെ അല്പസമയം അവൻ നടന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപത്തിൻ്റെ ചെളി എത്രയോ ഭീകരമാണ്, ഇത് കഴുകിക്കളയണം. ക്രിസ്തു പറയാതെ തന്നെ ഇവൻ പറയുകയാണ്, ഞാൻ ആരിൽ നിന്ന് എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് ഞാൻ കൊടുക്കും. മാത്രമല്ല എൻ്റെ സ്വത്തിൻ്റെ പകുതി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും. അത് ഇവൻ തീരുമാനിച്ചപ്പോൾ, ആ തീരുമാനം അവൻ പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. സക്കായി ആ തീരുമാനം എടുക്കുന്നത് വരെ കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. ആ സക്കായിയുടെ മാനസാന്തരം ഒറിജിനൽ ആയതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു.
ഇന്ന് യാതൊരു മാനസാന്തരവും ഇല്ലാതെ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞ് സ്വയം വഞ്ചിക്കരുത്. രക്ഷിക്കപ്പെടണം, അത് വാസ്തവമാണ്. പക്ഷെ മാനസാന്തരം കൂടാത്ത ജീവിതം ആരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 30-ാം വാക്യം, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. ഒന്നുകൂടി വായിക്കുകയാണ്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. ഒരിക്കലൊരു സഭാ ഹാൾ, ആ സ്ഥലം നിൽക്കുന്ന ഭൂമിയെ ചൊല്ലി തർക്കമുണ്ടായി. അടുത്തുള്ളവർ പറയുകയാണ്, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങൾക്ക് തന്നേ പറ്റും. ആ ശുശ്രൂഷകൻ പറയുകയാണ്, തരില്ല, ഇതെൻ്റെ സ്ഥലമാണ്. പിന്നെ വലിയ കലഹം, പിന്നെ പോലീസ് കേസ്, വക്കീൽ, കോടതി. എന്താ കാരണം? ഈ സഭാഹാൾ നിൽക്കുന്ന സ്ഥലം മറ്റുള്ളവർ പറയുന്നു ഇത് ഞങ്ങളുടേതാണ്. അവർക്ക് അവരുടേതായ എന്തോ ന്യായങ്ങളുണ്ട് അങ്ങനെ പറയാൻ. ഇങ്ങനെയുള്ളൊരു ഘട്ടം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഒരു ദൈവദാസൻ എന്താ ചെയ്യേണ്ടത്? ഒരു വിശ്വാസി ഇങ്ങനെയുള്ളൊരു ഘട്ടം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ആലോചിക്കാനില്ല. ലൂക്കോസ് 6:30 അനുസരിക്കുക. ഒരു പ്രവാചകൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. അയ്യോ ഞങ്ങളുടെ ഭൂമി മറ്റുള്ളവർ അവകാശപ്പെടുന്നു, എന്താ ചെയ്യേണ്ടത്? ഒരാളുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് കർത്താവ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ലൂക്കോസ് 6:30, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. ആ സഭാഹാൾ നിൽക്കുന്ന ഭൂമി അവകാശപ്പെട്ട് തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത അവിടുത്തെ ശുശ്രൂഷകൻ വിശ്വാസികളുമായി അവിടെ ആരാധിക്കുകയാണ്. ആരെയാണ് ആരാധിക്കുന്നത്? നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്, നിന്നോട് ചോദിക്കുന്ന അവനും കൊടുക്കുക എന്ന് കൽപ്പിച്ചിട്ടുള്ള കർത്താവിനെയാണ് ഇവർ പാട്ടുപാടി ആരാധിക്കുന്നത്. തർക്കവും കേസും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തരില്ല എന്ന് ഈ ദൈവദാസൻ ബലാബലം പിടിക്കുകയാണ്. ഇങ്ങനെയുള്ളവർ മാനസാന്തരപ്പെടണം. ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ വചനത്തിലേക്കുള്ളൊരു തിരിച്ചുവരവാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1-5 വരെ, ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കേ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. കർത്താവ് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. നിങ്ങൾ തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകണം. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഞാൻ വലിയവനാണ്, ഞാൻ മഹാനാണ്, അങ്ങനെയുള്ള ചിന്തയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. കുഞ്ഞ് ഒരിക്കലും നിഗളിച്ച് നടക്കുന്നില്ല. നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണം. സ്വർഗരാജ്യത്തിൽ വലിയവനാകാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഭൂമിയിൽ വലിയവനാകാൻ പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്യാറുണ്ട്. സ്വർഗരാജ്യത്തിൽ വലിയവനാകാൻ എന്താ ചെയ്യേണ്ടത്? തന്നെ താഴ്ത്തണം. ഒരു ശിശുവിനെ പോലെ താഴ്ത്തണം. ഈ ഭൂമിയിൽ മനുഷ്യൻ നേതാവാകാനും സ്റ്റേജിൽ സീറ്റ് കിട്ടാനും ഉയർന്നവനാകാനും വേണ്ടി പല ടെക്നിക്കുകളൊക്കെ നടത്താറുണ്ട്. ഒരു കാര്യവുമില്ല. എന്നാൽ സ്വർഗരാജ്യത്തിൽ വലിയവനാകണമെങ്കിൽ തങ്ങളെ തന്നെ താഴ്ത്തണം. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെട്ട് അതിന് യോഗ്യമായ ഫലം പുറപ്പെടുവിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും. നാം മാനസാന്തരപ്പെട്ട് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുകയാണെങ്കിൽ ദൈവനാമത്തിന് മഹത്വം വരുത്തുന്നവരായി നാം മാറും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ ലേഖനത്തിൽ ആ സഭയിൽ പാപം ചെയ്ത് മാനസാന്തരപ്പെടാത്ത ചില വ്യക്തികളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കൊരിന്ത്യ സഭയിൽ വളരെ മ്ലേച്ഛകരമായ പാപം ചെയ്തിരുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. അവരെ ശക്തമായി തർജ്ജനം ചെയ്തുകൊണ്ട് അവർക്ക് മാനസാന്തരപ്പെടാൻ ഒരവസരം നൽകത്തക്ക രീതിയിൽ 1-ാമത്തെ ലേഖനം എഴുതി. ആ ലേഖനം വായിച്ചു കേട്ടപ്പോൾ ആ സഭയിൽ പാപം ചെയ്ത വ്യക്തികൾക്ക് വലിയ കുറ്റബോധമുണ്ടായി. അവർ കേവലം മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ വാസ്തവത്തിൽ മാനസാന്തരപ്പെട്ടു എന്നുള്ളത് അവരുടെ പ്രവൃത്തികളാൽ അവർ ബോധ്യപ്പെടുത്തി. അപ്പോൾ പൗലോസിന് വലിയ സന്തോഷമായി.
കൊരിന്ത്യ സഭയിൽ പാപം ചെയ്തവർ മാനസാന്തരപ്പെട്ടു. പിന്നെ അവർ വളരെ തീക്ഷ്ണതയോടെ കർത്താവിനെ സേവിക്കുവാനായി തുടങ്ങി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടുകയും നാം ആ മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യാനും തുടങ്ങിയാൽ നമ്മിലൂടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കിട്ടും. വായിക്കുകയാണ് 2 കൊരിന്ത്യർ 7:8 മുതൽ. എൻ്റെ കത്തുകൊണ്ട് നിങ്ങളെ ദുഃഖിപ്പിച്ചതിൽ, ഒന്നാമത്തെ ലേഖനമാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കത്തുകൊണ്ട് നിങ്ങളെ ദുഃഖിപ്പിച്ചതിൽ മുമ്പ് ഖേദിച്ചിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് ഖേദമില്ല. ആ കത്ത് കുറേ കാലത്തേക്കെങ്കിലും നിങ്ങളെ ഖേദിപ്പിച്ചിരുന്നല്ലോ. പൗലോസ് എഴുതിയ വചനങ്ങൾ വായിച്ചപ്പോൾ സഭയിൽ പാപം ചെയ്ത വിശ്വാസികൾക്ക് വലിയ കുറ്റബോധവും വിലാപവും ഉണ്ടായി. അവർ മാനസാന്തരപ്പെട്ടു. നിങ്ങൾ ഖേദിച്ചതുകൊണ്ടല്ല, നിങ്ങൾ ഖേദിച്ച് അനുതപിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ സന്തോഷിക്കുന്നത്. ഇപ്പോൾ പൗലോസ് സന്തോഷിക്കുകയാണ്. വളരെ കർക്കശമായ ഭാഷയിൽ അവിടെ പാപം ചെയ്തവരെ അദ്ദേഹം താക്കീത് നൽകിയപ്പോൾ ആ ലേഖനം വായിച്ച് ആ വിശ്വാസികൾ മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, അതിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങി. അപ്പോൾ പൗലോസ് പറയുന്നത്, ഞാനിപ്പോൾ സന്തോഷിക്കുകയാണ്, കാരണം നിങ്ങളിൽ അത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടായല്ലോ. ദൈവികമായ ഖേദമാണ് നിങ്ങൾക്കുണ്ടായത്. തന്മൂലം ഞങ്ങൾ വഴി നിങ്ങൾക്കൊന്നും നഷ്ടമായില്ല. കാരണം ദൈവികമായ ഖേദം അനുതാപം ഉളവാക്കുന്നു. ഇവർ ചെയ്തതിനെക്കുറിച്ചുള്ള യഥാർത്ഥ അനുതാപം ഇവർക്കുണ്ടായി. അത് മാനസാന്തരത്തിലേക്ക് ഇവരെ നയിക്കുകയാണ്. ദൈവികമായ ഖേദം അനുതാപം ഉളവാക്കുന്നു. അത് രക്ഷയിലേക്ക് നയിക്കുന്നു. അത് സങ്കടകരമല്ല. ലൗകിക ഖേദമാകട്ടെ മരണകാരണമാകുന്നു. ചിലർ ദുഃഖിക്കും എന്നിട്ട് ആത്മഹത്യ ചെയ്യും. ചിലർ വിലപിക്കും എന്നിട്ട് മദ്യപിക്കും. ചിലർ ദുഃഖിക്കും എന്നിട്ട് വഴക്ക് കൂടും. അതൊക്കെ നാശത്തിലേക്കാണ് ആ ദുഃഖം അവരെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇവർ പാപം ചെയ്തതിനെക്കുറിച്ച് അനുദപിച്ചപ്പോൾ അത് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ഇവരുടെ പാപപ്രവൃത്തികളിൽ നിന്ന് ഇവർ മാനസാന്തരപ്പെടുകയും പിന്നെ ദൈവത്തിന് പ്രസാദകരമായ നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാനും തുടങ്ങി. ഇത് താഴെ പറയുന്നു. നോക്കൂ, ദൈവികമായ ഈ ഖേദം എന്ത് തീക്ഷ്ണതയാണ് നിങ്ങളിൽ ഉണ്ടാക്കിയത്. ശുദ്ധി പ്രാപിക്കാനുള്ള എന്തൊരു വ്യഗ്രത, എന്ത് ധർമ്മരോഷം, എന്ത് ഭയപ്പാട്, എന്ത് പ്രതീക്ഷ, എന്ത് ശുഷ്കാന്തി, എന്ത് നീതിവാഞ്ച. ഇതിലെല്ലാ കാര്യങ്ങളിലും നിങ്ങൾ കുറ്റമറ്റവരാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഒരിക്കൽ ഇവർ വീണുപോയെങ്കിലും ഇവർ മാനസാന്തരപ്പെട്ടു. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില ലംഘനങ്ങൾ വരാം. അതിനെക്കുറിച്ച് അനുദപിക്കുകയും തുടർന്ന് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്താൽ ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. മാനസാന്തരപ്പെടാനായിട്ട് ദൈവം നമുക്ക് അവസരം തന്നിട്ടും നമ്മൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക? ദൈവം നമുക്ക് മാനസാന്തരപ്പെടാൻ അവസരം തരും. ദീർഘക്ഷമയുള്ളവനാണ്. എന്നാൽ നമുക്ക് സമയം ദീർഘമാക്കിയിട്ടും മാനസാന്തരപ്പെടാനുള്ള അവസരം തന്നിട്ടും നാം മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ പിന്നീട് ന്യായവിധിയാണ് കാത്തിരിക്കുന്നത്. റോമാലേഖനം 2 4, 5, 6 വാക്യങ്ങൾ. അതോ ദൈവത്തിൻ്റെ അളവറ്റ ദയയും സഹിഷ്ണുതയും ക്ഷമയും നിസ്സാരമായി ലഭിക്കും എന്ന് നീ കരുതുന്നുവോ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാനാണ് ദൈവത്തിൻ്റെ ദയ എന്ന് നീ അറിയുന്നില്ലേ? മറിച്ച് ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുന്ന ഉഗ്രകോപത്തിൻ്റെ ആ നാളിലേക്ക് കഠിനവും അനുതാപശൂന്യവുമായ നിന്റെ ഹൃദയം മൂലം ദൈവകോപം സ്വയം സ്വരൂപിച്ച് വയ്ക്കുകയാണ് നീ ചെയ്യുന്നത്. 5-ാം വാക്യം ഒന്നുകൂടി വായിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുന്ന ഉഗ്രകോപത്തിൻ്റെ നാളിലേക്ക് കഠിനവും അനുതാപശൂന്യവുമായ നിന്റെ ഹൃദയം മൂലം ദൈവകോപം സ്വയം സ്വരൂപിച്ച് വയ്ക്കുകയാണ് നീ ചെയ്യുന്നത്. അതുകൊണ്ട് മാനസാന്തരപ്പെടാത്തവർ ദൈവകോപം സ്വയം സ്വരൂപിച്ച് വയ്ക്കുകയാണ്. കാരണം അവനവൻ്റെ പ്രവൃത്തിക്ക് അനുസൃതമായത് ഓരോരുത്തനും അവൻ നൽകുന്നു. അതുകൊണ്ട് മാനസാന്തരം സാധിക്കുമെങ്കിൽ ഒരു ഔദാര്യമായി ചെയ്യേണ്ട കാര്യമല്ല, നമ്മുടെ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ന്യായവിധി ആ ഉഗ്രക്രോധത്തിൽ അകപ്പെടാതിരിക്കുവാൻ മാനസാന്തരപ്പെട്ടേ പറ്റൂ. മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളെല്ലാം അങ്ങനെ തന്നെ നശിക്കും. മാനസാന്തരപ്പെടാതെ നശിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരും ആകരുത്. ഈ വചനം ഇവിടെ പറയുന്നത് മാനസാന്തരപ്പെടാതെ നശിച്ച് ദൈവക്രോധത്തിൻ്റെ കരത്തിൽ നേരിട്ട് വീഴാൻ വേണ്ടിയല്ല, പിന്നെയോ മാനസാന്തരപ്പെട്ട് അതിന് യോഗ്യമായ ഫലം പുറപ്പെടുവിച്ച് കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ പാളിച്ച പറ്റിയപ്പോൾ ക്രമീകരിച്ച് വളരെ
കർത്താവിന് മാതൃകയുള്ളവരായി പിന്നീട് മാറിയതുപോലെ അപ്രകാരം തന്നെ ഒരു വിശുദ്ധ ജീവിതം ഈ വചനം കേൾക്കുന്ന എല്ലാവരിലും ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 12 തൊട്ട് 13 വരെ വായിക്കുന്നു. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നാം വീണ്ടും ജനിച്ചവരാണ് എങ്കിലും നമ്മുടെ ഫ്രീ വിൽ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ദൈവം ഒരിക്കലും എടുത്തു കളയുന്നില്ല. നമ്മുടെ മുന്നിൽ 2 വഴിയുണ്ട്. ഒന്ന് ജീവൻ്റെ വഴി, മറ്റേത് മരണത്തിൻ്റെ വഴി. നമുക്ക് ആത്മാവിനെ അനുസരിക്കാം, നമുക്ക് ജഡത്തെ അനുസരിക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. എന്നാൽ കർത്താവിനെ അറിഞ്ഞ ഒരു ദൈവ പൈതൽ ജഡത്തെ അനുസരിക്കുന്നില്ല, ആത്മാവിനെ അനുസരിക്കും. നാം രക്ഷിക്കപ്പെട്ടവരാണ്, വീണ്ടും ജനിച്ചവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നാം. അങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് ജഡത്തെ അനുസരിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. എത്ര ആത്മീയനായാലും ജഡത്തോടൊരു ഫൈറ്റിങ് എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. ഒരു കാർ അത് ഓഫായി കിടക്കുകയാണ്, ഏത് സമയത്ത് വേണമെങ്കിലും അതിനെ സ്റ്റാർട്ടാക്കാം. ഇതുപോലെ നാം ജഡത്തെ അനുസരിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്കതിപ്പോഴും സാധ്യമാണ്. ജഡത്തെ അനുസരിച്ചാൽ എന്ത് സംഭവിക്കും? ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കാതെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജീവിപ്പിച്ചാൽ നാം ആണ് മരിക്കുക. നാം ജീവൻ പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കണം. ഇനി നാം മരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജീവിക്കുവാൻ അനുവദിച്ചാൽ മതി. നാം ജഡത്തെ കൊല്ലുന്നില്ല എങ്കിൽ ജഡം നമ്മെ കൊല്ലും. നാം ജഡത്തെ കൊന്നാലോ നാം ജീവനിലേക്ക് പ്രവേശിക്കും. ഇതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത്. പണ്ട് നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജഡം നമ്മുടെ യജമാനനായിരുന്നു. നമുക്ക് പരിശുദ്ധാത്മാവില്ല, ശിക്ഷാവിധി മാറിയിട്ടില്ല. പക്ഷേ നാം കർത്താവായ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ ദൈവം നമ്മെ അംഗീകരിച്ചു, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു. ഇപ്പോൾ നാം ജഡത്തിന് കടക്കാരല്ല. ഇപ്പോൾ ജഡം പറയുന്നത് അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരുമല്ല. പണ്ട് ജഡം പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ, നാം അവൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഉദാഹരണത്തിന് ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ കീഴിൽ കഴിയുകയാണ്. എന്തു തന്നെയായാലും ഫറവോൻ പറഞ്ഞത് ഇസ്രായേൽ മക്കൾക്ക് അനുസരിച്ചേ പറ്റൂ. കാരണം ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ അടിമത്തത്തിലാണ്. എന്നാൽ ഇതാ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ചെങ്കടൽ കടക്കുന്നു. മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ വിമോചിക്കപ്പെട്ടു. അവർ മരുഭൂമിയിലെത്തി. ഇപ്പോൾ അവർ സ്വതന്ത്രരാണ്. ഫറവോന് അവരുടെ മേൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. കാരണം ഇപ്പോൾ ഫറവോൻ്റെ നാട്ടിലല്ല അവർ വസിക്കുന്നത്, മറിച്ച് മോശയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ ഇങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ സ്വതന്ത്രരായ ജനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പഴയ ഫറവോൻ വന്ന് ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ എനിക്ക് അടിമവേല ചെയ്യണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഇസ്രായേൽ മക്കൾക്ക് ഒരിക്കലും ഫറവോനെ അനുസരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ അവർ 100% ഫറവോൻ്റെ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രരാണ്. ഇനി അഥവാ ഫറവോൻ അവരോട് അങ്ങനെ കൽപ്പിക്കാനായിട്ട് ആ മരുഭൂമിയിലേക്ക് വന്നാൽ ഇപ്പോൾ ഫറവോൻ നിൽക്കുന്നത് ഫറവോൻ്റെ നാട്ടിലല്ല, ദൈവമക്കളുടെ നാട്ടിലാണ്. ദൈവമക്കളുടെ നാട്ടിൽ ഫറവോൻ തികച്ചും ബലഹീനനാണ്. ഇവർക്ക് വേണമെങ്കിൽ ആ ഫറവോനെ ഏത് സമയത്തും കല്ലെറിഞ്ഞു കൊല്ലാം. മിസ്രൈമിലായിരുന്നപ്പോൾ ഫറവോൻ പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ, അടിമകളാണ്. പക്ഷേ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവമക്കളുടെ അരികിലേക്ക് ഫറവോൻ വന്നാൽ അവിടെ ഫറവോനെ ഇവർക്ക് നിഷ്പ്രഭമാക്കാൻ സാധിക്കും. ഇതിൻ്റെ ആത്മീയ അർത്ഥം ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. നാം ഇപ്പോൾ ഫറവോൻ്റെ അടിമകളല്ല. പിന്നെയോ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഇനി നമുക്ക് നിഷ്പ്രയാസം ഫറവോനെ, ജഡം എന്ന ഫറവോനെ തോൽപ്പിക്കാൻ സാധിക്കും. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് എന്ന ശക്തനെ, അത്യന്ത ശക്തിയെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. റോമാ 8:12 ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം ജഡത്തിന് കടക്കാരായിരുന്നു. ജഡം പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ. തീത്തോസ് 3-ാം അധ്യായം 3-ാം വാക്യം, മുൻപേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും എന്ന് പറഞ്ഞാൽ അടിമപ്പെട്ടവർ, എൻസ്ലേവ്ഡ്, അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം വെറുക്കുന്നവരും ആയിരുന്നു. എന്നാൽ ഇപ്പോഴോ
കർത്താവായ യേശു ക്രിസ്തു നമ്മെ ജഡത്തിൻ്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രരാക്കി. ഇനി നാം ജഡത്തിന് ഒരു രീതിയിലും കടക്കാരാകേണ്ട കാര്യമില്ല. റോമാലേഖനം 6:12 വായിക്കുന്നു, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കും വിധം ഇനി വാടരുത്. പണ്ട് പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ കർത്തൃത്വം നടത്തി വാണു. ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി പരിശുദ്ധാത്മാവിനെ തന്നു. ഇനി നമ്മുടെ അവയവങ്ങളിൽ പരിശുദ്ധാത്മാവാണ് കർത്തൃത്വം നടത്തേണ്ടത്. ഒരു രീതിയിലും ജഡത്തിന് നാം കടപ്പെട്ടവരല്ല. കൊളോസിയർ 3:5. അതുകൊണ്ട് നാം ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? താലോലിക്കുകയല്ലേ ചെയ്യേണ്ടത്, അതിനെ മരിപ്പിക്കണം. കൊളോസിയർ 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ആര് മരിപ്പിക്കണം? നമ്മളാണ് മരിപ്പിക്കുന്നത്. ആരുടെ സഹായത്താൽ മരിപ്പിക്കണം? സ്വന്തം ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് മരിപ്പിക്കേണ്ടത്. ജഡത്തെ ഗോലിയാത്തിനോട് ഉപമിക്കാം. ഇസ്രായേൽ മക്കളെ ഗോലിയാത്ത് വെല്ലുവിളിച്ചു, ആർക്കെന്നെ തോൽപ്പിക്കാൻ സാധിക്കും? എല്ലാവരും പേടിച്ചു. ഇതുപോലെ ജഡം നമ്മയും വെല്ലുവിളിക്കും. ജഡത്തെ എങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കും? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഒരിക്കൽ 80 വയസ്സ് പ്രായമുള്ള ഒരു പിതാവ് ക്യാൻസർ വന്ന് മരണത്തോട് മുഖാമുഖം എത്തി. അപ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരൻ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മരണമായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം, കാരണം മരണത്തിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മരണമല്ല, ജഡമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മരണക്കിടക്കയിലുള്ള ആ പിതാവിനെ അലട്ടുന്ന പ്രശ്നം എന്താണ്? ജഡമാണ്. ജഡത്തോടുള്ള പോരാട്ടം മരണം വരെയും ഉണ്ടായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാണ്? നമ്മൾ കണ്ണാടിയുടെ മുമ്പാകെ നിന്നിട്ട് ചോദിക്കുക, എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ജഡമാണ് ശത്രു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ജഡം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ ശത്രുവിനെ, ഏറ്റവും വലിയ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും ശക്തിയുള്ളവൻ വേണം. ആരാണത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ കുറഞ്ഞ മറ്റൊന്നുകൊണ്ടും ജഡത്തെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ അത്യന്ത ശക്തിയായ പരിശുദ്ധാത്മാവിനെ വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കൾക്കും ദൈവം തന്നിരിക്കുന്നത്. അല്പമായിട്ടല്ല, സമൃദ്ധമായിട്ട്. എല്ലാ വിശ്വാസികൾക്കും ജഡത്തോട് പോരാട്ടമുണ്ട്. നാം വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെച്ച രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതൽ പോരാട്ടം ആരംഭിക്കുകയാണ്. പ്രായമുള്ള വിശ്വാസിയായാലും പക്വതയുള്ള വിശ്വാസിയായാലും വലിയ അനുഭവങ്ങളിലൂടെ, ആത്മീയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വിശ്വാസിയായാലും എല്ലാവർക്കും ജഡത്തോട് പോരാട്ടമുണ്ട്. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 141:3. യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ഈ അധരദ്വാരം കാക്കണമെങ്കിൽ, കൃപയോടുകൂടി സംസാരിക്കണമെങ്കിൽ സ്വന്തം ശക്തി പോരാ, കർത്താവ് തന്നെ സഹായിക്കണം. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണമെങ്കിൽ പരിശുദ്ധാത്മശക്തി വേണം. മത്തായി 15:18-20 വരെയുള്ള വാക്യങ്ങൾ. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5:27-30 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിനെ അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലത്ത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമാകുന്നു. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമാകുന്നു. ജഡത്തെ കർക്കശമായ രീതിയിൽ കൈകാര്യം ചെയ്യണം. അതാണ് ഈ വാക്യങ്ങളിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തിന്, ശരീരത്തിലൊരു അവയവത്തിന് ക്യാൻസർ ബാധിച്ചാൽ ഡോക്ടർമാർ ആ ബാധിച്ച അവയവം മുറിച്ചു കളയും. കാരണം ശരീരം മൊത്തം നശിക്കാതിരിക്കണമെങ്കിൽ ക്യാൻസർ ബാധിച്ച അവയവം മുറിച്ചു മാറ്റണം. ഒരാൾ ഒരു പ്രത്യേക യന്ത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ റോളറിൽ കുടുങ്ങി. ഈ റോളർ ശരീരത്തെ മൊത്തം പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് അടുത്ത് നിന്നിരുന്ന പണിക്കാർ ഈ കൈ ഉടനെ തന്നെ മുറിച്ചു മാറ്റി. കൈ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ശരീരം മൊത്തം ചതഞ്ഞരിഞ്ഞു പോകും.
അപ്പോൾ കർത്താവ് പറയുകയാണ്, നിന്റെ കണ്ണാണോ നിനക്ക് പാപഹേതു, നിന്റെ കൈയാണോ പാപഹേതു, അതിനെ വെട്ടിമാറ്റണം. എന്ന് വെച്ചാൽ അതിനോട് നിഷ്കരണം ഇടപെടണം, അതിനെ താലോലിക്കരുത്. ജഡം നമ്മുടെ ഏതെങ്കിലും അവയവത്തിനെ സ്വാധീനിച്ച് അതുകൊണ്ട് പാപം ചെയ്യാനായിട്ട് നിർബന്ധിച്ചാൽ ഒരിക്കൽ പോലും അത് ചെയ്യരുത്. കാരണം ഒരവയവമായിരിക്കാം പാപം ചെയ്യുന്നത്, പക്ഷേ ശരീരം മൊത്തം നരകത്തിലേക്കാണ് പോവുക. ചിലർ പറയും, എൻ്റെ എല്ലാ അവയവങ്ങളെയും കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കും, പക്ഷേ ഈ ഒരു അവയവത്തെ മാത്രം കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷെ അത് മതി, ആ ഒരു അവയവത്തിന് ക്യാൻസർ പിടിച്ചാൽ മതി എല്ലാ അവയവവും നശിക്കാനായിട്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് കണ്ണാണ് ഇടർച്ച, ശരി, നിന്റെ മറ്റെല്ലാ അവയവങ്ങൾക്കും ഒരു പ്രശ്നവുമില്ല, പക്ഷേ കണ്ണിടർച്ചയുള്ളതാണെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിന്റെ ശരീരം മൊത്തം നരകത്തിൽ പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഒറ്റക്കണ്ണനായ സ്വർഗത്തിൽ പോകുന്നതാണ് നിനക്ക് നല്ലത്. ശരീരത്തിലെ ഈ ദുർമോഹങ്ങളോട് യാതൊരു കരുണയും കൂടാതെ ഇടപെടണമെന്ന് കർത്താവ് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം മൊത്തം നശിക്കാതിരിക്കാൻ വേണ്ടി, ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒളിമ്പിക്സിലും മറ്റും മത്സരിക്കുന്ന കായികാഭ്യാസികൾ ശരീരത്തെ കർക്കശമായ അച്ചടക്കത്തിന് വിധേയമാക്കും, എങ്കിലേ ജയിക്കാൻ പറ്റും. അവർ അമിതമായി മദ്യപിക്കാൻ പാടില്ല, അവരുടെ ഭക്ഷണത്തിൽ അവർ ശ്രദ്ധിക്കണം. മൈക്ക് ടൈസൺ ഒരിക്കൽ ലോകപ്രസിദ്ധനായ ബോക്സറായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ എതിരാളികളെയും തോൽപ്പിച്ച ആ വ്യക്തി പിന്നീട് മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായി ദൂർത്തടിച്ചു പണം. ഒടുവിൽ കടം എല്ലാം കൊണ്ട് തകർന്നു, തൻ്റെ കരിയർ നഷ്ടമായി. പ്രിയമുള്ളവരെ, ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നില്ല എങ്കിൽ ശരീരം നമ്മെ നശിപ്പിക്കും. ജഡത്തിന് കടക്കാരാകാൻ പാടില്ല, ജഡത്തിന് അടിമയാകാൻ പാടില്ല. അപ്പോൾ ജഡം നമ്മോട് പറയും, എന്നെ എന്തിനാണ് ഇങ്ങനെ തടവിൽ വെച്ചിരിക്കുന്നത്, എന്നെ ഒന്ന് തുറന്നു വിടൂ. എൻ്റെ ആഗ്രഹങ്ങൾ ഒന്ന് സാധിക്കാനായിട്ട് ഇടയായാൽ നിനക്ക് ജീവിതം ആസ്വദിക്കാം. ഇതൊക്കെ എത്രയോ പേര് ചെയ്യുന്നതാണ്. പിന്നെ എന്തിനാണ് എന്നോട് നിഷ്കരണം ഇടപെടുന്നത്? അങ്ങനെ വശീകരണ വാക്കുകൾ പറഞ്ഞാൽ ഒരിക്കലും ജഡത്തെ തുറന്നു വിടരുത്, അതിനെ അടിമയാക്കിക്കൊള്ളണം. ജഡത്തിൻ്റെ പ്രവൃത്തികളെ താലോലിക്കുകയല്ല, പിന്നെയോ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജഡം നമ്മോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഉടനെ നമ്മൾ ചിന്തിക്കണം, ഇപ്പോൾ ഞാനിതിനെ കൊല്ലുകയാണ് വേണ്ടത്, അല്ലാതെ അനുസരിക്കുകയല്ല. കൺമോഹം, ജഡമോഹം, പല കാര്യങ്ങളുണ്ട്. അത് വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? നോക്കൂ, അപ്പസ്തോലനായ പൗലോസിന് പോലും തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കേണ്ടി വന്നു. അപ്പോസ്തലനാണ്, കൃപാവരങ്ങളുണ്ട്, ആത്മീയ അനുഭവങ്ങളുണ്ട്, ധാരാളം സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്, ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. പക്ഷേ തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയധികം ജഡത്തോട് ഒരു സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. 1 കൊരിന്ത്യർ 9-ാം 24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് നാം അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. അതിശ്രേഷ്ഠമായ ഉപദേശങ്ങൾ മറ്റുള്ളവരോട് പ്രസംഗിച്ച വ്യക്തിയാണ് പൗലോസ്. എന്നാൽ താൻ പ്രസംഗിച്ച കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായേ പറ്റൂ. അതിന് തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി. ഇന്ന് ജഡത്തിൽ ജീവിക്കുന്ന പലരും മറ്റുള്ളവരോട് നിങ്ങൾ ജഡത്തെ അതിജീവിക്കണമെന്ന് പറയുകയാണ്. ദ്രവ്യാഗ്രഹത്തിലും സ്വാർത്ഥതയിലും കപടഭക്തിയിലും കഴിയുന്ന പലരും ഇന്ന് മറ്റുള്ളവരോട് നിങ്ങൾ ദ്രവ്യാസക്തിയിൽ നിന്ന് രക്ഷപ്പെടണം, നിങ്ങൾ കപടഭക്തരാകരുത് എന്ന് ഉപദേശിക്കുന്നു. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പൗലോസ് ആദ്യം താൻ പറയുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തൻ്റെ ശരീരത്തെ അച്ചടക്കത്തിന് വിധേയമാക്കി. ശരീരത്തെ അച്ചടക്കത്തിന് വിധേയമാക്കാത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് വചനം പ്രസംഗിക്കുവാനുള്ള അനുവാദവും അധികാരവും ഇല്ല. റോമ 8:13 നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലല്ലാതെ നാം ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ ശ്രമിച്ചാൽ നാം നിരാശരാകും. ക്രിസ്തുവിലേക്ക് നോക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ
ഇടർച്ച വരുത്തുന്ന കണ്ണ് ചൂഴ്ന്നെടുക്കാനും ഇടർച്ച വരുത്തുന്ന കാല് വെട്ടിക്കളയാനും തുടങ്ങിയാൽ നമ്മൾ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ജഡത്തെ കൺട്രോൾ ചെയ്യണമെങ്കിൽ, മുറുകെ പറ്റുന്ന പാപത്തെ ഉപേക്ഷിക്കണമെങ്കിൽ വിശ്വാസത്തിന് നായകന് പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. അല്ലാതെ പരിശുദ്ധാത്മ ശക്തിയിലും യേശുവിനെ ആശ്രയിക്കാതെ ജഡത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു കാലത്തത് നടക്കുകയില്ല. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. നിശ്ചയമായൊരു കാര്യം, സംശയമില്ലാത്തൊരു കാര്യം എന്താണ്? നിങ്ങൾ ജഡത്തെ അനുസരിച്ചാൽ, നിങ്ങൾ ഏതെല്ലാം ആത്മീയ അനുഭവങ്ങളുള്ള വ്യക്തികളായാലും വിശ്വാസത്തിൽ വന്ന എത്ര വർഷങ്ങളായാലും നിങ്ങൾ ജഡത്തെ അനുസരിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ഇവിടെ പറയുന്ന മരണം ആത്മീയ മരണം തന്നെയാണ്. വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ്. അതല്ല ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്തേക്ക് രക്ഷിക്കപ്പെട്ടു, അത് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. വെളിപ്പാട് 21:8 എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, നീചന്മാർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലെത്രേ. അത് രണ്ടാമത്തെ മരണം. റോമാലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്കാണ്. അവർ വീണ്ടും ജനിച്ചവരാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്, അവർ ആരാധനയ്ക്ക് പോകുന്നവരാണ്, പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നവരാണ്, സുവിശേഷ വേല ചെയ്യുന്നവരാണ്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഒരിക്കൽ വലിയ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക്, നല്ല ഉയരമുള്ള കെട്ടിടം, ഒരു മനുഷ്യൻ കയറി. ആ കയറിയ മനുഷ്യന് ധാരാളം പണമുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, പല നേട്ടങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് അദ്ദേഹം താഴേക്ക് ചാടിയപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് പണമുണ്ടായിരുന്നു, പ്രതാപമുണ്ടായിരുന്നു, സൗന്ദര്യമുണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. പക്ഷേ ചാടിയപ്പോൾ മരിച്ചുപോയി. കാരണം വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടിയാൽ ആരും മരിക്കും. ഇതുപോലെ നാം ആരായിരുന്നാലും ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്താൽ മരിക്കും നിശ്ചയം.